ഡോക്ടർ ഗിനിൽ കുമാറാണ്. ഇന്ന് ലോകത്തിൻ്റെ ഒരു മാപ്പ് എടുക്കുകയാണെങ്കിൽ എവിടെയൊക്കെ എന്തൊക്കെ അക്രമ സംഭവങ്ങൾ ഉണ്ടെന്ന് നോക്കുകയാണെങ്കിൽ ഇറാഖ്, ഈജിപ്ത്, സിറിയ, പാകിസ്ഥാൻ, കാശ്മീർ, ചെച്നിയ, അങ്ങനെ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ എന്തെങ്കിലും അക്രമ സംഭവങ്ങൾ ഉണ്ടെന്ന് നോക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു ഭാഗം മുസ്ലിം ഭാഗമാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയും. ഇത്രയൊക്കെ നമ്മൾ ഒരു മതത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ അവസാനമായി ആത്യന്തികമായി നമ്മൾ ആലോചിക്കുന്നത് അത് സമൂഹത്തിന് എത്രമാത്രം ഗുണം ചെയ്തിട്ടുണ്ടെന്നാണ്. പക്ഷേ ഈ ഒരു പോരടിക്കുന്ന വിഭാഗത്തിലേക്ക് ഒരു സമൂഹത്തിനെ കൊണ്ടുചെന്ന് എത്തിക്കുകയാണെങ്കിൽ ആ മതം ഈ സമൂഹത്തിന് എത്രമാത്രം ഉപകാരം ചെയ്യുന്നു എന്ന് നമുക്ക് ആലോചിക്കേണ്ടി വരും. ഇത് ബേസിക്കായിട്ട് പറ്റാത്തത് ഹിന്ദുമതത്തിൽ എനിക്ക് ഇപ്പോൾ കൃഷ്ണനെ പറ്റിയോ ആരെ പറ്റി വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞാലും ശരി, എനിക്ക് ചിന്തിക്കാൻ പറ്റും. കാരണം ഞാൻ അന്ധമായിട്ടത് ആലോചിക്കാൻ പറ്റില്ല. കാരണം എന്നെ പഠിപ്പിച്ച എൻ്റെ ഉള്ളിലുള്ള ആ ചൈതന്യം എല്ലാ ജീവികളിലും, മുസ്ലിം ആയാലും ക്രിസ്ത്യനായാലും ഈ വൃക്ഷമായാലും ശരി, ചെറിയ ഒരു ഉറുമ്പായാലും ശരി, എല്ലാത്തിലും അടങ്ങിയിരിക്കുന്ന ആ ചൈതന്യമുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാനാണ്. മാത്രമല്ല ഒരു മുസ്ലിം സഹോദരൻ 100% അദ്ദേഹത്തിൻ്റെ മതരീതിയിൽ വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ വിശ്വാസം കൊണ്ട് ഏത് ലെവലിൽ എത്തിച്ചേരുന്നോ അതേ ലെവലിൽ തന്നെ ആ മുസ്ലിം സുഹൃത്തും എത്തിച്ചേരുമെന്ന് എനിക്ക് പൂർണ്ണമായിട്ടും പറയാൻ കഴിയും. കാരണം എന്നെ എൻ്റെ മതം പഠിപ്പിക്കുന്നത് അതാണ്. ആ സ്ഥിതിക്ക് എനിക്കൊരിക്കലും ഒരു മുസ്ലിം സഹോദരന് നേരെ എതിരടിക്കാൻ കഴിയില്ല. ഈ ഒരു ആ സ്നേഹം മുസ്ലിം ഇതിൽ വളർത്താത്തത് കൊണ്ടാണോ ഇത് ഈ ഒരു വിഭാഗത്തിലേക്ക് എത്തിച്ചേരുന്നത്? കാരണം ഒരു വിഭാഗം എപ്പോഴും പോരടിച്ചുകൊണ്ട്, കാരണം അങ്ങേയറ്റത്തിരിക്കുന്ന ഒരു ഈശ്വരന് വേണ്ടി ആലോചിക്കുമ്പോൾ നമ്മൾ തമ്മിൽ തല്ലിയാൽ കുഴപ്പമില്ല, അദ്ദേഹത്തിന് വേണ്ടിയാണെന്നുള്ള ഒരു രൂപത്തിൽ തമ്മിലടിക്കുന്നതാണ് ഇതിന് കാരണമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുക. കാരണം എനിക്കത് കഴിയില്ല. കാരണം ഞാൻ എൻ്റെ സഹോദരനായിട്ടാണ് ഓരോ മുസ്ലിം സഹോദരനെയായാലും ക്രിസ്ത്യൻ സഹോദരനെയായാലും എനിക്ക് കാണാൻ കഴിയും. കാരണം ഓരോ തൂണിലും തുരുമ്പിലും നിൽക്കുന്ന ആ ഈശ്വരൻ ആണ് ശ്രീകൃഷ്ണൻ ആണെന്നാണ് അദ്ദേഹം പുരുഷ സൂക്തത്തിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇദ്ദേഹം പറയുകയുണ്ടായി, സഹോദരൻ പറയുകയുണ്ടായി, സ്ത്രീ ഒരു പാപപ്രജയാണെന്ന്. തീർച്ചയായും അല്ല. ദുർഗാദേവിയായിട്ടും ഈശ്വരനായിട്ട് സ്ത്രീയെ കാണണമെന്ന് പൂർണ്ണമായിട്ടും പറഞ്ഞു വരുന്നത് മതവിഭാഗത്തിലെ കണ്ണിയായതുകൊണ്ട് ഞാൻ പറയുകയാണ്. നീചമ സൃഷ്ടിയായിട്ടല്ല, സ്ത്രീയെ ഒരു ഈശ്വരനായിട്ട് കാണണമെന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന ഒരു മതം ഇതുമാണ്. ഇങ്ങനെ തെറ്റായ ഒരു വിചാരം സമൂഹത്തിൽ ഉണ്ടാക്കി കൊടുക്കരുത് എന്ന്, ഒരു മതപരിപാടിയെ ഇതിനെ അധപ്പതിക്കരുത് എന്നും കൂടി പറയാൻ വേണ്ടി ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. രണ്ട് ചോദ്യങ്ങളാണ് സഹോദരൻ ചോദിച്ചത്. ഒന്ന്, ഇസ്ലാം അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നത്. രണ്ട്, സ്ത്രീകൾക്ക് ഹൈന്ദവ മതങ്ങൾ ഉന്നതമായ സ്ഥാനം നൽകുന്നു. എന്നാൽ ഞാനും അതുപോലെ പ്രഭാഷണം നടത്തിയ MM അക്ബറും തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിരിക്കുന്നു. ആദ്യത്തേതിന് മറുപടി ആദ്യം നൽകാം. ഒരു കന്യാസ്ത്രീയുടെ വേഷം ആത്മീയതയുടെ പ്രതീകമായി കാണുന്നവർ തന്നെ ഒരു മുസ്ലിം സ്ത്രീയുടെ വേഷത്തെ ചൂഷണത്തിന്റെയും അടിമത്വത്തിന്റെയും പ്രതീകമായി ചിത്രീകരിക്കുന്നു. ഒരു ശാസ്ത്രജ്ഞന്റെ താടി വിജ്ഞാനത്തിന്റെ പ്രതീകമായി കാണുന്നവർ തന്നെ ആ ശാസ്ത്രജ്ഞൻ ഒരു മുസ്ലിമാണെങ്കിൽ അയാളുടെ താടിയെ മതമൗലികവാദത്തിന്റെ ചിഹ്നമായി ചിത്രീകരിക്കുന്നു. സ്നേഹത്തെയും സമാധാനത്തെയും കുറിച്ച് BBC-യും CNN-ഉം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നത് കാണിക്കുമ്പോൾ അക്രമത്തെയും മതമൗലികവാദങ്ങളെയും ചിത്രീകരിക്കുന്ന അവസരങ്ങളിൽ മുസ്ലിം പള്ളികളിൽ വിശ്വാസികൾ നമസ്കരിക്കുന്നത് കാണിക്കുന്നു. ക്രൂരന്മാരായ അനേകം ഭരണാധികാരികൾ ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ. ഏക മതവുമായുള്ളവരുടെ ഏക ബന്ധം ആ മതത്തിൽ ജനിച്ചു എന്നല്ലാതെ മറ്റൊന്നുമില്ല. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ലക്ഷക്കണക്കിന് യഹൂദരെ കൊന്നൊടുക്കിയ ഹിറ്റ്ലർ ഒരു റോമൻ കത്തോലിക്കനായിരുന്നു. അയാൾ വധിച്ചതാകട്ടെ യഹൂദരെയും. ആരും ഹിറ്റ്ലറിനെ ക്രിസ്ത്യൻ ഹിറ്റ്ലർ എന്ന് വിളിക്കാറില്ല. ആരും മുസോളിനിയെ ക്രിസ്ത്യൻ മുസോളിനി എന്ന് വിളിക്കാറില്ല. ഈ അടുത്ത കാലത്ത് ലക്ഷക്കണക്കിന് നിരപരാധികളായ മുസ്ലിങ്ങളെ ബോസ്നിയയിലും കോസബോയിലും ചെച്നിയയിലും കൊന്നൊടുക്കിയ സെർബുകൾ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ സെർബുകളായിരുന്നു.
അവരെ ആരും ഓർത്തഡോക്സ് ക്രിസ്ത്യൻ സെർബുകൾ എന്ന് വിളിക്കാറില്ല. എന്നാൽ ഏതെങ്കിലും ഒരു ക്രൂരനായ ഭരണാധികാരിക്ക് മുസ്ലിം നാമം ഉണ്ടായിപ്പോയാൽ അയാളെ മുസ്ലിം എന്ന് വിളിക്കുന്നു. ഇത്തരത്തിലൊരു ഇരട്ടത്താപ്പ് നയം ഞാൻ ഒരിക്കലും പറയുകയില്ല ഹിറ്റ്ലർ ക്രിസ്ത്യാനിയാണെന്ന്, മുസോളിനി ക്രിസ്ത്യാനിയാണെന്ന്. അതുപോലെ തന്നെയാണ് മുസ്ലിം നാമം ധരിച്ച ഭരണാധികാരികളും. രണ്ടാം ലോക മഹായുദ്ധം ആരംഭം കുറിക്കുകയും അതിന് നേതൃത്വം കൊടുക്കുകയും ഇറ്റലിയിലും ജർമ്മനിയിലുമൊന്നും അമേരിക്ക ആറ്റം ബോംബിട്ടില്ല. കാരണം അവിടങ്ങളിലെ ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും ക്രിസ്തുമത വിശ്വാസികളായിരുന്നു. ജപ്പാനിലുള്ളത് ഇതര മതവിശ്വാസികളും. എന്നിട്ടും അമേരിക്കൻ ബോംബുകളെ ആരും ക്രിസ്ത്യൻ ബോംബുകൾ എന്ന് വിളിക്കാറില്ല. എന്നാൽ ഇറാഖ് ഒരു ബോംബ് ഉൽപ്പാദിപ്പിക്കട്ടെ, സൗദി അറേബ്യ ഒരു ബോംബ് ഉൽപ്പാദിപ്പിക്കട്ടെ, അതിനെ ക്രിസ്ത്യൻ ബോംബുകൾ എന്ന് വിളിക്കും. എന്റെ സഹോദരൻ പ്രശ്നം സംബന്ധിച്ച് പറഞ്ഞു, ഫലസ്തീനിൽ എന്താണ് പ്രശ്നം? ഫലസ്തീനിൽ നൂറ്റാണ്ടുകളോളം ജീവിച്ചിരുന്ന മുസ്ലിങ്ങളെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സഹായത്തോടുകൂടി തുരത്തി. അവിടെ ഫലസ്തീനിൽ മുസ്ലിങ്ങളുമുണ്ട്, ക്രിസ്ത്യാനികളുമുണ്ട്. അവിടെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമരമല്ല, അവരുടെ നാടിനു വേണ്ടിയുള്ള സമരമാണ്. എന്നാൽ ഇസ്ലാമിനെ വളരെ മോശമായി കാണുവാൻ വേണ്ടി അവരെ മുസ്ലിങ്ങളായി ചിത്രീകരിക്കുന്നു. ഇറാഖിൽ സദ്ദാം ഹുസൈൻ ഇസ്ലാമുമായിട്ട് എന്ത് ബന്ധം? ചെച്ചനയിൽ റഷ്യക്കാർ ചെച്ചന്യക്കാരെ കൊന്നൊടുക്കുകയാണ്, അവിടെ ഇസ്ലാമുമായിട്ട് എന്ത് ബന്ധം? ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് പടപൊരുതുന്നത്. എന്തുകൊണ്ട് അയർലൻഡിലെ കലാപകാരികളെ അല്ലെങ്കിൽ അയർലൻഡിലെ ഗറില്ലകളെ, മനുഷ്യരെ നിരപരാധികളെ കൊന്നൊടുക്കുന്ന അയർലൻഡിലെ ആളുകൾ ക്രിസ്ത്യൻസ് എന്ന് വിളിക്കുന്നില്ല? അവിടെ പ്രോട്ടസ്റ്റന്റ്സും റോമൻ കത്തോലിക്കരും തമ്മിലുള്ള യുദ്ധമല്ലേ? ഈ ഇരട്ടത്താപ്പ് നയം പ്രിയപ്പെട്ട സഹോദരൻ മനസ്സിലാക്കുക. മറ്റൊന്ന്, ശ്രീകൃഷ്ണനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു, എന്റെ മതം സ്നേഹത്തെ സംബന്ധിച്ചാണ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഞാൻ എന്റെ പ്രസംഗത്തിൽ ഏറ്റവും ഉന്നതമായ രീതിയിലാണ് ഹൈന്ദവരുടെ മതസഹിഷ്ണുതയെ ഞാൻ പുകഴ്ത്തി പറഞ്ഞത്. നിങ്ങളത് കേട്ട് കാണും. എന്നാൽ താങ്കളുടെ മതത്തിൽ ശ്രീകൃഷ്ണൻ യുദ്ധത്തിന് എന്തുകൊണ്ട് പ്രേരിപ്പിച്ചു? നന്മയുടെ യുദ്ധം എന്ന പേരിലല്ലേ പ്രേരിപ്പിച്ചത്? ബന്ധുക്കൾക്കിടയിലുള്ള ഒരു രാജ്യഭരണത്തിന്റെ തർക്കത്തിന്റെ പേരിലാണ് യുദ്ധത്തെ പ്രേരിപ്പിച്ചതെങ്കിൽ വിശുദ്ധ ഖുർആൻ അൽ ബഖറയിൽ പറയുന്നു 190-ാം വചനത്തിൽ, നിങ്ങൾ ആക്രമിക്കപ്പെടുകയാണ് എങ്കിൽ, നിങ്ങളുടെ സമ്പത്ത് കവർന്നെടുക്കപ്പെടുകയാണ് എങ്കിൽ, നിങ്ങളെ ആരാധനയിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് യുദ്ധം ചെയ്യാം. പ്രതിരോധനം, ഡിഫൻസ് എന്ന നിലയിൽ മാത്രം. ഈ റൈറ്റ് ടു പ്രൊട്ടക്ട് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി അത് ഇന്ത്യൻ പീനൽ കോഡ് നമുക്ക് നൽകുന്നില്ലേ? ഈ അവകാശങ്ങൾ മാത്രമല്ലേ 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് വിശുദ്ധ ഖുർആൻ മനുഷ്യർക്ക് നൽകിയിട്ടുള്ളൂ, മുസ്ലിങ്ങൾക്ക് നൽകിയിട്ടുള്ളൂ. അവിടെയും ഖുർആൻ പറയുന്നു, നിരപരാധികൾ ഒന്നും ചെയ്യരുത്. ആ അക്രമം ഇങ്ങോട്ട് വരുന്ന രീതിയിൽ തടുക്കുക എന്നതല്ലാതെ അതിക്രമങ്ങൾ നിങ്ങൾ കാണിക്കരുത് എന്ന്. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്. മതത്തിൽ ബലാത്കാരമില്ല, ശരിയും തെറ്റും വേർതിരിഞ്ഞു നിൽക്കുന്നു എന്ന്. ഇനി ഖുർആൻ പറയുന്നു പ്രവാചകനെ സംബന്ധിച്ച്, ഫദക്കിർ ഇന്നമാ അൻത മുദക്കിറുൻ ലസ്ത അലൈഹിം ബിമുസൈത്തിർ. താങ്കൾ ഒരു ഉത്ബോധകൻ മാത്രമാണ്, ഉത്ബോധനം നടത്തുക എന്നതാണ് താങ്കളുടെ ബാധ്യത, അവരിൽ മതം അടിച്ചേൽപ്പിക്കുകയല്ല എന്ന്. മറ്റൊന്ന്, അദ്ദേഹം ചോദിച്ച ചോദ്യം, സ്ത്രീകളെ ഇത്രമാത്രം ഉയർത്തിക്കാണുന്ന ഹൈന്ദവ മതത്തെ സംബന്ധിച്ചാണോ നിങ്ങളിത് പറയുന്നത്? യാജ്ഞവൽക്യോപനിഷത്തിലെ 17-ാം ശ്ലോകത്തിൽ പറയുന്നു, കാമനാംന കിരാതേന വിഗീർണ മുഗ്ധ ചേതസ നര്യോ നര വിഹംഗന മംഗബന്ധന ബാഗുര. പുരുഷൻ അകപ്പെടുത്തുവാൻ കാമദേവൻ സൃഷ്ടിച്ചതാണ് മുഗ്ധചേതസ്സുകളായ സ്ത്രീകൾ. മനുസ്മൃതിയിലെ 9-ാം അധ്യായത്തിലെ 17-ാം ശ്ലോകത്തിൽ മനു പറയുന്നു, ശയ്യാസനം അലങ്കാരം കാമം ക്രോധം അനാർജവം ദ്രോഹഭാവം കുചര്യാം ച സ്ത്രീഭ്യോ മനുരകൽപ്പയത്. ശയനം, ആസനം, അലങ്കാരം, കാമം, ക്രോധം, വക്രത, പരനിന്ന എന്നിവ ജന്മനാൽ മനു സ്ത്രീകൾക്ക് നൽകിയിരിക്കുന്നു. മനുസ്മൃതിയിൽ 9-ാം അധ്യായത്തിലെ 81-ാം വചനത്തിൽ പറയുന്നു, വന്ധ്യാഷ്ടമേ ദിവേദ്യാബ്ദേ ദശമേതു മൃതപ്രജ ഏകാദശേ സ്ത്രീജനനി സത്യസ്ത്വപ്രിയവാദിനി. വന്ധ്യയാണ് ഭാര്യയെങ്കിൽ 8-ാം വർഷവും, പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ മരിച്ചു പോകുന്നുവെങ്കിൽ 10-ാം വർഷവും, പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ പെൺകുട്ടികളാണ് എങ്കിൽ 11-ാം വർഷവും, അപ്രിയം പറയുന്നവളാണ് എങ്കിൽ ഉടനെ തന്നെയും ഭർത്താവിന് വേറെ ഭാര്യയെ സ്വീകരിക്കാമെന്ന. പും നാമ നരകാത്രായതേയനസ പുത്രഹ. പും എന്ന നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നവനാരോ അവനാണ് പുത്രൻ എന്ന് വർത്തുള രത്നാകരം പ്രഖ്യാപിക്കുന്നു. പുത്രൻ എന്ന പദം തന്നെ വന്നിരിക്കുന്നത് പുമ്മിന്റെ പൂയും ത്രായത രക്ഷിക്കുന്നതിന്റെ ത്രായതയുടെ ത്രായും കൂടിയിട്ടാണ് എന്ന് മനസ്സിലാക്കുക.
ഇനി വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് പറഞ്ഞു, സുകുലെ യോജയേത് കന്യാം പുത്രം വിദ്യാസു യോജയേത്. പെൺകുട്ടികളെ നല്ല കുടുംബത്തിലേക്ക് വിദ്യാഭ്യാസം ചെയ്തു കൊടുക്കുക, ആൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക. പെൺകുട്ടികളെ വിവാഹം ചെയ്തു കൊടുക്കുക, ആൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക. വിദ്യാഭ്യാസത്തിനെ സംബന്ധിച്ച് പറയുന്നില്ല. പ്രവാചകൻ പഠിപ്പിക്കുന്നു, തൊലബുൽ ഇൽമി ഫരീലത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ. വിദ്യാഭ്യാസ സമ്പാദനം ഒരു മുസ്ലിം പുരുഷന്റെയും സ്ത്രീയുടെ മതപരമായ ബാധ്യതയാണ് എന്ന്. സ്ത്രീ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് മനുസ്മൃതിയിൽ 9-ാം അധ്യായത്തിലെ 3-ാം വചനത്തിൽ അസ്വതന്ത്ര്യ സ്ത്രീ അകാര്യ പുരുഷൈർസ്വൈർ ദിവാനിശം വിഷയേഷു സജ്ജന്ത്യ സംസ്ഥാപ്യ ആത്മനോവശേ. ഇരുപു പകലുകൾ പുരുഷന്മാർ അവരുടെ സ്ത്രീകളെ സ്വാധീനകളാക്കി നിർത്തപ്പെടേണ്ടതാണ്. രൂപരസാദി വിഷയങ്ങളിൽ ആകൃഷ്ടരായ അവർ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല. പിതാരക്ഷതി കൗമാരേ ഭർത്താരക്ഷതി യൗവനെ രക്ഷന്തി സ്ഥവിരേ പുത്ര ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതേ. കൗമാരത്തിൽ പിതാവും യൗവനത്തിൽ ഭർത്താവും വാർദ്ധക്യത്തിൽ പുത്രനുമാണ് സ്ത്രീകളെ നോക്കേണ്ടത്. സ്ത്രീകൾ ഒരിക്കലും സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല. മനുസ്മൃതി 5-ാം അധ്യായത്തിലെ 147-ാം ശ്ലോകത്തിൽ മനു പറയുന്നു, ബാലയാവ യുവത്യാവ വൃദ്ധയാവ വിയോഷിത ന സ്വാതന്ത്ര്യേണ കർത്തവ്യം കിഞ്ചിത് കാര്യം ഗൃഹേഷുഭി. പെൺകുട്ടിയായിക്കോട്ടെ, യുവതിയായിക്കോട്ടെ, വൃദ്ധയായിക്കോട്ടെ, വീട്ടിലെ ചെറിയ കാര്യങ്ങൾക്ക് പോലും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന മനുസ്മൃതിയിലെ 5-ാം അധ്യായത്തിലെ 154-ാം ശ്ലോകത്തിൽ മനു പറയുന്നു, വിശീലകാമ വൃത്തോവ ഗുണൈർവാ പരിവർജിത സ്ത്രീയോ ഭർത്താവ് സദാചാര ശൂന്യനാണെങ്കിലും ഗുണരഹിതനാണെങ്കിലും പരസ്ത്രീകളുമായി ബന്ധമുള്ളവനാണെങ്കിലും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് തുല്യമാണ് എന്ന്. അതേസമയം വിധവകളെ സംബന്ധിച്ച് പറയുകയാണ്, കാമം തുക് ശഭയെ ദേഹം പുഷ്പമൂല ബലൈഷുബൈ നതു നാമാഭി ഗൃഹീയാത് പത്യ ഉപ്രേതേ പരസ്യതോ. മനുസ്മൃതിയിലെ 5-ാം അധ്യായത്തിലെ 157-ാം ശ്ലോകത്തിൽ വിധവ പഴം, കിഴങ്ങ് എന്നിവ കഴിച്ച് ശരീരം ശോഷിപ്പിക്കേണ്ടതാണ്. ഭർത്താവിന്റെ മരണശേഷം കാമലിപ്സയോടെ പരപുരുഷന്റെ പേര് പോലും ഉച്ചരിക്കരുത് എന്ന്. ഇനി മനുസ്മൃതിയിലെ 5-ാം അധ്യായത്തിലെ 167-ാം ശ്ലോകത്തിൽ ഭർത്താവിനെ സംബന്ധിച്ച് പറയുന്നു, ഭാര്യയായി പൂർവം ആരണ്യേ ദത്തോക്തിനന്ത്യ കർമ്മിണി പുനർധാര ക്രിയാം കുര്യാത് പുനരാധാനമേവച്ഛ. ഭാര്യ മരിച്ച ഭർത്താവോ ഉടനെ ഭാര്യയുടെ ചിതക്ക് തീ കൊളുത്തിയ ശേഷം പുനർവിവാഹം കഴിക്കുക. അതിനുശേഷം വന്നിട്ട് ആ അന്ത്യകർമ്മങ്ങൾക്ക് അവസാനിപ്പിക്കുക, പൂർത്തിയാക്കുക എന്ന്. യാജ്ഞവൽക്യോപനിഷത്തിൽ പറയുന്നു, ജ്വലന അതിദൂരേപി സരസ അഭിനീരസഹ സ്ത്രീയോ ഹി നരകാഗ്നിനാം ഇന്ധനം ചാരുധാരണം. ദൂരെ നിന്ന് ജ്വലിപ്പിക്കുന്നവളും സരസ എന്ന് തോന്നുന്നുവെങ്കിൽ രസഹീനയുമായ സ്ത്രീ നരകത്തിലെ ഇന്ധനമാണ് എന്ന്. ഇനി എന്റെ പ്രിയപ്പെട്ട സഹോദര, വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായമായ നിസായിൽ പറയുന്നു, യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും വാഹിദത്തിൻ വഖലഖ മിൻഹാ സൗജഹ വബസ്സ മിൻകുമാ റിജാലൻ കസീറൻ വനിസാഅൻ. ഒരു ആത്മാവിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു, അതിൽ നിന്ന് തന്നെ അതിന്റെ ഇണയെയും നിങ്ങൾ രണ്ടുപേരെയും ആ ഇണകളിൽ നിന്ന് 2 പുരുഷന്മാരെയും സ്ത്രീകളെയും വ്യാപിപ്പിച്ച അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. ഒരേ ആത്മാവിൽ നിന്ന്. വിശുദ്ധ ഖുർആൻ പറയുന്നു, ലാ തുലാറു വാലിദത്തുൻ ബി വലദിഹ. 2-ാം അധ്യായത്തിൽ 233-ാം വചനം, ഒരിക്കലും നിങ്ങൾ മാതാപിതാക്കളെ സന്താനത്തിന്റെ പേരിൽ ദ്രോഹിക്കപ്പെടരുത് എന്ന്. 16-ാം അധ്യായത്തിൽ 58-ാം വചനം, ഒരു പെൺകുട്ടിയുടെ ജനനത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിച്ചാലെന്ന്. 17-ാം അധ്യായത്തിലെ 31-ാം വചനം, വലാ തഖ്തുലു ഔലാദകും ഖശ്യത ഇംലാകിൻ നഹ്നു നർസുഖുഹും വഇയ്യാകും ഇന്ന ഖത്ലഹും കാന ഖിത്വൻ കബീറ. ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ സന്താനങ്ങളെ കൊല്ലരുത് എന്ന്. 80 കുഴിച്ചുമൂടപ്പെട്ട പെൺകുട്ടിയോട് താൻ ഏത് കുറ്റത്തിനാണ് കുഴിച്ചുമൂടപ്പെട്ടതെന്ന് പരലോകത്തിൽ വെച്ച് അള്ളാഹു ചോദിക്കുന്ന സന്ദർഭം സൂക്ഷിക്കുക എന്ന് മാതാപിതാക്കളെ താക്കീത് ചെയ്തിരിക്കുന്നു. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, തമിഴ്നാട്ടിൽ മാത്രം 100 കണക്കിന് പെൺകുട്ടികളാണ് വധിക്കപ്പെടുന്നതെന്ന് BBC-യും CNN-ഉം റിപ്പോർട്ട് ചെയ്യുന്നു. സ്ത്രീകൾക്ക് ഉത്തരവാദിത്തങ്ങൾ ഉള്ളതുപോലെ തന്നെ അവകാശങ്ങളുമുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നു. വിവാഹമോചനത്തിനുള്ള അവകാശം ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം 1950 ഹൈന്ദവ സ്ത്രീകൾക്ക് ലഭിച്ചത്. 1869 ഇന്ത്യൻ ഡിവോഴ്സ് ആക്ട് പ്രകാരമാണ് ഭാരതത്തിലെ ക്രൈസ്തവ സ്ത്രീകൾക്ക് ലഭിച്ചത്. 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായത്തിൽ 229-ാം വചനത്തിൽ പറഞ്ഞിരിക്കുന്നു, എന്ന് തുടങ്ങുന്ന വചനങ്ങളിൽ അവർ
ഭർത്താവിൽ നിന്ന് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല എന്ന് ഭയപ്പെട്ടാൽ ഒത്തുതീർപ്പുണ്ടാക്കുന്നതിൽ കുറ്റമില്ല എന്ന്. വെറും ഭർത്താവിൽ നിന്നുള്ള പിണക്കത്തിന്റെയും അവഗണനയുടെയും പേരിൽ പോലും വിവാഹമോചനം ചെയ്യുവാൻ 4-ാം അധ്യായമായ നിസ്സായിലെ 129-ാം വചനത്തിൽ അള്ളാഹു സ്ത്രീകൾക്ക് അവകാശം നൽകിയിരിക്കുന്നു. 4-ാം അധ്യായത്തിലെ 7-ാം വചനത്തിൽ ലിറിജാലി നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂൻ വലിനിസായി നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂൻ, അനന്തരാവകാശത്തിനുള്ള അവകാശം 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇസ്ലാം നൽകിയിരിക്കുന്നു. ഹിന്ദു സ്ത്രീകൾക്ക് ലഭിച്ചത് 1955 ഹിന്ദു സക്സഷൻ ആക്ട് പ്രകാരം. ക്രൈസ്തവ സ്ത്രീകൾക്ക് ലഭിച്ചത് 1986 മേരി റോയ് കേസിന് ശേഷം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ നൽകിയിരിക്കുന്നു. ലിറിജാലി നസീബും മിമ്മാ ഇക്തസബൂ വലിനിസായി സമ്പാദിക്കുവാനുള്ള അവകാശം, പുനർവിവാഹത്തിനുള്ള അവകാശം, സ്വർഗത്തിൽ പുരുഷനും സ്ത്രീക്കും വിശുദ്ധ ഖുർആൻ ഓരോ അധികാരമാണ് നൽകിയിരിക്കുന്നത്, ഓരോ അവകാശങ്ങളാണ് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ അള്ളാഹു നൽകിയിരിക്കുന്നത്. ഉദ്ഖുലുൽ ജന്നത്ത അൻതും വഅസ്വാജുകും തുഹബറൂൻ, സന്തോഷഭരിതരായി ഇണകൾ ഭർത്താവും ഭാര്യയും സ്വർഗത്തിൽ പ്രവേശിക്കട്ടെ എന്ന് 43-ാം അധ്യായത്തിൽ 70-ാം വചനത്തിൽ. ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ, ഭാര്യയും ഭർത്താവും അലങ്കൃതമായ കട്ടിലുകളിൽ തണലുകളിൽ ചാരിയിരിക്കുന്നതാണെന്ന 36-ാം അധ്യായത്തിലെ 53-ാം വചനം. അന്നീല ഉളിയു അമല ആമിലിൻ മിൻകും മിൻ ദക്റിൻ ഔ ഉൻസ, പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ അവരുടെ പ്രവർത്തനങ്ങളൊന്നും പാഴാക്കുകയില്ല. അവസാനിപ്പിക്കുന്നു. ഡോക്ടർ ആനി ബെസന്റ്, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യകാല പ്രസിഡന്റും ഒരു ക്രൈസ്തവ യൂറോപ്യൻ വനിതയുമായി ആനി ബെസന്റ് പറഞ്ഞു, ഐ ഓഫൻ ബിലീവ് that women in Islam is more free than in Christianity. Women is more protected by Islam than by the religion that preaches monogamy. The law regarding women in Quran is more just and liberal, and it is slanted to say that Islam preaches that women have no soul. ക്രൈസ്തവ മതത്തെക്കാൾ ഇസ്ലാമിലാണ് സ്ത്രീകൾ കൂടുതൽ സ്വതന്ത്രരെന്ന് ഞാൻ എന്നും വിശ്വസിക്കുന്നു. ഏകഭാര്യത്വം പ്രചരിപ്പിക്കുന്നു എന്ന് പറയുന്ന മതത്തെക്കാൾ ഇസ്ലാമിലാണ് സ്ത്രീകൾ കൂടുതൽ സുരക്ഷിതരായിട്ടുള്ളത്. സ്ത്രീകളെ സംബന്ധിച്ച വിശുദ്ധ ഖുർആനിലെ നിയമങ്ങൾ ആത്മാവില്ല എന്ന് ഇസ്ലാം പ്രചരിപ്പിക്കുന്നു എന്ന പ്രചരണം ഒരു തെറ്റായ പ്രചരണം അത്രയാണ്. Hello, I am Dr. Dane, PG in oral surgery. ഇവിടെ മുമ്പ് ഉള്ള പ്രസംഗങ്ങളിൽ കേട്ടു ഇസ്ലാം മറ്റു മതങ്ങളുടെ ആചാര രീതികളെ അംഗീകരിക്കുന്നുവെന്ന്. Recently there had been lot of debates on jihad. Even some Muslim fundamentalist leaders have come out openly against jihad, proclaiming holy war against idol worshippers. If Islam really preaches the message of love and harmony, where does this war against... Second question. Then, if a person commits a sin during his adulthood unknowingly, without knowing the implications of it, can he get deliverance from his sin? You mean to say that only God will punish him because of his sins? There is no deliverance of sins in Islam? ഒന്നാമതായി ജിഹാദ്, ഇസ്ലാം സമാധാനവും ശാന്തിയുമാണ് പ്രബോധനം ചെയ്യുന്നതെങ്കിൽ ജിഹാദിന്റെ പ്രസക്തി എന്താണെന്നാണ് സുഹൃത്തിന്റെ ചോദ്യം. സത്യത്തിൽ ജിഹാദ് സുഹൃത്ത് മറ്റു പലരെയും പോലെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ മേത്തർ സൂചിപ്പിക്കുകയുണ്ടായി, നമ്മുടെ മീഡിയകളും അതേപോലെ തന്നെ പ്രത്യേകമായ ഏറ്റവും അധികം ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ, ആ ശ്രമങ്ങളുടെ ഏറ്റവും പ്രകടമായ രൂപമാണ് ജിഹാദിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ. ജിഹാദ് എന്ന് പറഞ്ഞാൽ ഹോളി വാർ എന്ന ലോകത്തൊരു ഡിക്ഷണറിയിലും അർത്ഥമില്ല.
അറബി ഡിക്ഷണറിയിൽ ഞാൻ പറയണേ. ചിലപ്പോൾ ഇംഗ്ലീഷ് ഡിക്ഷണറികളിൽ ജിഹാദ് എന്നുള്ള പദം ട്രാൻസ്ലിറ്ററേഷൻ ആയിട്ട് കൊടുക്കുകയും ഹോളി വാർ ഓഫ് മുസ്ലിംസ് എഴുതുകയും ചെയ്തിട്ടുണ്ട്. ത്യാഗ പരിശ്രമം എന്നാണ് അർത്ഥം. അറബി പദത്തിന് ത്യാഗ പരിശ്രമം എന്നാണ് അർത്ഥം. ഒരാൾ സ്വന്തം ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കുന്നതിന്റെ പേരാണ് ഇസ്ലാം. താല്പര്യങ്ങളെയും ഇച്ഛയെയുമെല്ലാം ദൈവിക മാർഗത്തിൽ സമർപ്പിക്കുമ്പോൾ അയാൾ ജിഹാദ് ചെയ്യുകയാണ് സ്വന്തം ശരീരത്തോട്. അതേപോലെ തന്നെ ഇസ്ലാമിക പ്രബോധനം ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. ആ ഇസ്ലാമിക പ്രബോധനം എങ്ങനെ നിർവഹിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. വാൾ ഉപയോഗിച്ചിട്ടല്ല, ബോംബ് ഉപയോഗിച്ചിട്ടല്ല, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും യുദ്ധ സാമഗ്രികൾ ഉപയോഗിച്ചിട്ട്. ഖുർആനിലെ 16-ാം അധ്യായം സൂറത്തുൻ നഹ്ലിലെ 125-ാമത്തെ വചനം, എങ്ങനെയാണ് ദൈവിക മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കേണ്ടത്? ബിൽ ഹിക്മത്തി, അവരുടെ ബുദ്ധിശക്തിയെ പ്രവർത്തനക്ഷമമാക്കി കൊണ്ട്. ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന, പിന്നെ എങ്ങനെയോ? പിന്നെ സതുപദേശങ്ങൾ മുഖേന. പിന്നെയോ വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ, നല്ല രീതിയിലുള്ള സ്നേഹ സംവാദങ്ങൾ വഴി, വാദപ്രതിവാദങ്ങൾ വഴി. ഇങ്ങനെയാണ് ദൈവിക മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കേണ്ടത് എന്ന്. അഥവാ വാളിന് ഈ മതപ്രബോധനവുമായി യാതൊരു ബന്ധവുമില്ല. മതപ്രബോധനം പ്രചരണവുമായി വാളിന് യാതൊരു ബന്ധവുമില്ല. പരിശുദ്ധ ഖുർആനിലെ വളരെ വ്യക്തമായിട്ടുള്ള സൂക്തമാണ് ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 256-ാമത്തെ വചനം ഇവിടെ ഉദ്ധരിക്കപ്പെടുകയുണ്ടായി. എന്താ? ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ യാതൊരു നിർബന്ധവുമില്ല, നിർബന്ധം പാടില്ല. ഒരാൾ നിർബന്ധിച്ച് ഒരാൾ മതം മാറ്റാൻ ശ്രമിച്ചാൽ അത് പരിശുദ്ധ ഖുർആനിന്റെ തത്വത്തിനെതിരാ. അപ്പൊ പിന്നെ എങ്ങനെ വാൾ ഉപയോഗിക്കും? എങ്ങനെ യുദ്ധമുണ്ടാകും? പിന്നെ എങ്ങനെയാണ് ഇസ്ലാമിൽ യുദ്ധം വരുന്നത്? തീർച്ചയായും ഇസ്ലാം യുദ്ധത്തിന് അനുമതി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി, യുദ്ധത്തിന് അനുമതി കൊടുത്തിട്ടുണ്ട്. എപ്പോ? സ്വന്തം വിശ്വാസമനുസരിച്ച് ജീവിക്കുവാൻ സമ്മതിക്കാത്ത അവസ്ഥയുണ്ടാവുക, ആ വിശ്വാസ പ്രബോധനത്തിനുള്ള അവസരം നിഷേധിക്കപ്പെടുക, അതിനെ തടഞ്ഞു വെക്കുവാൻ രാജ്യവും ആ രാജ്യത്തിലെ ജനങ്ങളും സന്നദ്ധരാവുക. ഈ സമയത്ത് മുസ്ലിം സമൂഹത്തിന് സ്വന്തം വിശ്വാസമനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി പടപൊരുതുവാൻ ഇസ്ലാം അനുമതി കൊടുക്കുന്നുണ്ട്. അവിടെ ആയുധമേന്തുവാൻ ഇസ്ലാം അനുമതി കൊടുക്കുന്നുണ്ട് മുസ്ലിം സമൂഹത്തിന്. അതും സമൂഹമാണ് നിശ്ചയിക്കുക. അതും സമൂഹം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്, ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന്, ആ രാഷ്ട്രത്തിന്റെ അമീറിനാണ് ഇത് നിശ്ചയിക്കുവാനുള്ള കടമ തന്നെ, ആ നിശ്ചയിക്കുവാനുള്ള ഉത്തരവാദിത്തം തന്നെ ഇസ്ലാം കൊടുത്തിട്ടുള്ളത്. കാലഘട്ടത്തെ 13 കൊല്ലക്കാലം എല്ലാ പീഡനങ്ങളും താടനങ്ങളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് ജീവിച്ച നമുക്കറിയാം മക്കയിൽ. എന്നിട്ട് മക്കയിൽ നിന്ന് പലായനം ചെയ്ത്, സ്വന്തം ജനിച്ച് വളർന്ന മണ്ണിൽ നിന്ന് പലായനം ചെയ്ത് മറ്റൊരു നാട്ടിൽ പോയി, ആ നാട്ടിൽ സുന്ദരമായ ഒരു ഇസ്ലാമിക സമൂഹം വളർന്നു വരുമ്പോ അവിടെയും തകർക്കുവാൻ ചെന്നപ്പോഴാണ് ഇസ്ലാമിൽ യുദ്ധം, പ്രതിരോധം ത്തിനുള്ള ആയത്തുകൾ ഇറങ്ങുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ചുരുക്കത്തിൽ ഇസ്ലാം ഒരിക്കലും തന്നെ ഈ രൂപത്തിലുള്ള ജിഹാദ് എന്ന് പറഞ്ഞാൽ അതല്ല, ഖിതാലല്ല. ഖിതാല് തന്നെ ജിഹാദിന്റെ ഭാഗമാണ്. എന്ത് യുദ്ധം? ആ യുദ്ധം ജിഹാദിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ജിഹാദ് വ്യത്യസ്ത ഘട്ടങ്ങൾ, വ്യക്തിയുടെ ജീവിതത്തെ പരിശുദ്ധമാക്കുന്നത് മുതൽ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി യുക്തിയും ബുദ്ധിയും ഉപയോഗിക്കുന്നത് മുതൽ എല്ലാം ജിഹാദാണ്. ആ പ്രബോധനത്തിന്റെ മാർഗത്തിലുള്ള ത്യാഗ പരിശ്രമങ്ങളെല്ലാം ജിഹാദാണ്. പക്ഷേ എപ്പോഴെങ്കിലും ആ പ്രബോധനം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യവും ഇസ്ലാം അനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യവും സമ്പൂർണമായി തടയപ്പെടുന്ന അവസ്ഥയുണ്ടാകുമ്പോൾ ഇസ്ലാമിക സമൂഹത്തിന് അതിനെ പ്രതിരോധിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്. സത്യത്തിൽ എന്താണ് പൂർണ്ണമായ അഹിംസ എന്നുള്ളത്? എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ? പൂർണ്ണമായ അഹിംസ എന്നുള്ളത് പ്രതിരോധിക്കേണ്ട സമയത്ത് എങ്ങനെ പ്രതിരോധിക്കണം? ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ആ രോഗത്തെ നീക്കുവാൻ വേണ്ടി ചിലപ്പോൾ ആ കത്തിയെടുക്കേണ്ടി വരും. ക്യാൻസർ മുറിച്ചു കളയാൻ, ഒരു ട്യൂമർ മുറിച്ചു കളയാൻ, അതല്ലെങ്കിൽ മറ്റ് രോഗങ്ങൾ നീക്കിക്കളയാൻ നമ്മൾ സർജറി നടത്തേണ്ടി വരും. അവിടെ ആ സർജറി എന്നുള്ളത് രോഗിയോടുള്ള സ്നേഹമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് സ്വാഭാവികമായി ഇപ്പോ സ്വന്തം പിന്നെ പലപ്പോഴും പറയാറുണ്ടല്ലോ, ഒരു മുഖത്തടിച്ചാൽ മറ്റേ മുഖം കാണിച്ചു കൊടുക്കുക, ശത്രുവിനെ സ്നേഹിക്കുക, ഇതെല്ലാം സുന്ദരമായ മുദ്രാവാക്യങ്ങളാണ്. ശത്രുവിനെ സ്നേഹിക്കേണ്ടതുണ്ട്. പക്ഷേ ആ ശത്രു ഒരു തെറ്റ് ചെയ്യുമ്പോ, ഒരു
അബദ്ധം ചെയ്യുമ്പോൾ, ഒരു അധാർമികത ചെയ്യുമ്പോൾ പരമാവധി അതിനെ തടഞ്ഞു നിർത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരു അധാർമികത ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ സ്വന്തം മുന്നിൽ വെച്ച് ഒരാൾ ആരെയെങ്കിലും നമ്മുടെ സഹോദരിയെ മാനഭംഗപ്പെടുത്തുകയാണ് എന്ന് വിചാരിക്കുക. അഹിംസയുടെ ആളുകൾക്ക് ഒരു മുഖത്തടിച്ചാൽ മറ്റേ മുഖം കാണിച്ചു കൊടുക്കുവാൻ പറയുന്ന ആളുകൾക്ക് കയ്യും കെട്ടി മറ്റേ സഹോദരിയെ കൂടി അയാൾക്ക് വിട്ടുകൊടുക്കാൻ സാധിക്കുമോ? തീർച്ചയായും ഇല്ല. എന്താ, പിടിച്ചു വെക്കണം, അതിനെ പ്രതിരോധിക്കണം, അതിനെ പ്രതിരോധിക്കേണ്ടത് ആവശ്യമാണ് എന്ന് മാനവികത പറയുന്നു. ഇതേ ഇസ്ലാം പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ ഇസ്ലാം ഒരിക്കലും തന്നെ വെറുതെ നടക്കുന്ന ഒരു ഐഡൽ വർഷിപ്പറെ അയാളെ പോയിട്ട് കൊന്നുകളയണമെന്നോ അയാളോട് യുദ്ധം ചെയ്യണമെന്നോ ഇസ്ലാം എവിടെയും പഠിപ്പിച്ചിട്ടില്ല. പരിശുദ്ധ ഖുർആൻ പഠിച്ച ആരും അങ്ങനെ മനസ്സിലാക്കിയിട്ടുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ചിലർക്ക് ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്നു എന്ന് വരുത്തി തീർക്കേണ്ടത് ആവശ്യപാട്. അതവരുടെ കച്ചവട തന്ത്രങ്ങൾക്ക് ആവശ്യപാട് ഇസ്ലാമിനെ തകർക്കേണ്ടത്. കാരണം ലോകത്തുള്ള മുന്നോട്ടുള്ള മുതലാളിത്തത്തിന്റെ പ്രയാണത്തിൽ അവരുടെ കച്ചവട തന്ത്രങ്ങള് സ്നിഗ്ധമാക്കുന്ന, അവരെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളാണല്ലോ മുതലാളിത്തത്തിന് കച്ചവട തന്ത്രങ്ങളായിട്ടുള്ളത്. ഒന്നെന്താ? ഒന്ന് സ്ത്രീ, അത് അവളുടെ സൗന്ദര്യത്തെ, സ്ത്രീ സൗന്ദര്യത്തെ കച്ചവട ചരക്കാക്കുകയും വിൽപ്പന ചരക്കാക്കുകയും മോഡലാക്കുകയും പരസ്യ വസ്തുവാക്കുകയും ചെയ്തുകൊണ്ട് അതിലൂടെ കച്ചവടത്തെ സ്നിഗ്ധമാക്കാം. രണ്ടാമത്തേത് ലോട്ടറി. ഈ രണ്ടെണ്ണത്തിനും എതിരാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ വികൃതമായി അവതരിപ്പിക്കേണ്ടത് ഒരു ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ബാധ്യതയായി അവർ ഏറ്റെടുക്കുകയും 20ാം നൂറ്റാണ്ടിന്റെ ആയുധം എന്നറിയപ്പെടുന്ന, ആയുധം എന്ന് വിളിക്കപ്പെട്ടിട്ടുള്ള മീഡിയ എന്ന ആയുധത്തെ ഇസ്ലാമിനെതിരെ തിരിച്ചു വെക്കുകയും ചെയ്തതുകൊണ്ട് ഉള്ള അബദ്ധധാരണ മാത്രമാണ് ജിഹാദിനെ കുറിച്ചുള്ള അബദ്ധധാരണ. യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ ജിഹാദ് എന്ന് പറഞ്ഞാൽ അതല്ല എന്ന് സുഹൃത്ത് മനസ്സിലാക്കുക എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. പാരാമെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ്. വേദിയിലിരിക്കുന്ന ബഹുമാനെ വെച്ച് നോക്കുമ്പം ജ്ഞാനം എന്ന വാക്കിന്റെ അർത്ഥം പോലും എനിക്കറിയില്ല. എങ്കിലും ജസ്റ്റ് എനിക്ക് എൻ്റെ അറിവിലേക്ക് വേണ്ടി മാത്രം ഞാൻ ചോദിക്കുകയാണ്. അതിനു മുമ്പൊന്ന് പറയട്ടെ, ഞാൻ ഖുർആൻ വായിച്ചിട്ടില്ല. എനിക്ക് ഖുർആനെ പറ്റി സംശയങ്ങളൊന്നും ചോദിക്കാൻ അറിയില്ല. അതുപോലെ ഹിന്ദുക്കൾ, ഒരു ക്രിസ്ത്യാനിയാണ് ഞാൻ, ഭഗവത്ഗീത വായിച്ചിട്ടില്ല, വേദങ്ങൾ വായിച്ചിട്ടില്ല, അതിനെപ്പറ്റി ഒന്നും ചോദിക്കാൻ അറിയില്ല. എങ്കിലും ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് ഞാൻ ചോദിക്കുകയാണ്, മനുഷ്യന് ജീവിക്കാൻ വേണ്ടി പുതിയ നിയമത്തിൽ, അതായത് ന്യൂ ടെസ്റ്റ്മെന്റിൽ യേശുക്രിസ്തു, എന്റെ ഹൃദയത്തിൽ ജീവിക്കുന്ന യേശുക്രിസ്തു ചൂണ്ടിക്കാണിച്ചു തന്നിട്ടുള്ള മാർഗരേഖയേക്കാൾ ഒരു പടിയെങ്കിലും സുപ്പീരിയർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പോയിന്റ് വിശുദ്ധ ഖുർആനിൽ ചൂണ്ടിക്കാണിക്കാനുണ്ടോ? ഒന്നുകൂടെ ചോദിക്കുകയാണ്, മനുഷ്യന് ജീവിക്കാൻ വേണ്ടി ഈ ലോകത്തിൽ എന്റെ ഹൃദയത്തിൽ ജീവിക്കുന്ന യേശുക്രിസ്തു ചൂണ്ടിക്കാണിച്ചു തന്നിട്ടുള്ള മാർഗരേഖയേക്കാൾ ഒരു പടിയെങ്കിലും സുപ്പീരിയർ ആയിട്ടുള്ള ഒരു പോയിന്റ് ഖുർആനിൽ ചൂണ്ടിക്കാണിക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്താണ്? എന്റെ അറിവിലേക്കാണ് ചോദിക്കുന്നത്, വേറെ ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല. താങ്ക് യു. സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത്, എൻ്റെ ഹൃദയത്തിൽ ജീവിക്കുന്ന ക്രിസ്തു യേശു, ആ ക്രിസ്തു യേശു ജീവിതത്തിന്റെ മാർഗദർശനമായി ചൂണ്ടിക്കാണിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി മാനവ ജീവിതത്തിനു വേണ്ടി എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കുവാൻ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കുമോ എന്നാണ്. ക്രിസ്തു യേശു എന്ത് പഠിപ്പിച്ചു എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത്. സുഹൃത്ത് പറഞ്ഞല്ലോ, പുതിയ നിയമത്തിൽ ക്രിസ്തു യേശു ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ജീവിത രീതിയുണ്ട്. യേശു ക്രിസ്തു പറഞ്ഞത്, ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവനെന്ന്. ഏകസത്യ ദൈവമായ നിന്നെ അറിയണം, നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയണം. ഇത് നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിലെ 17ാം അധ്യായത്തിലെ 3ാമത്തെ വചനത്തിൽ വായിക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഒന്നാമതായി ദൈവത്തെ അറിയണം, ദൈവത്തിന്റെ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയണം. പിന്നെ യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്, എന്നെ അനുഗമിക്കുന്നവർ ഇരുളിൽ നടക്കുകയില്ല. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്, എന്നെ അനുഗമിക്കുന്നവർ ഇരുളിൽ നടക്കുകയില്ല. യോഹന്നാന്റെ സുവിശേഷത്തിലെ 8ാം അധ്യായത്തിലെ 12ാമത്തെ വചനമാണ്. എന്താ? യേശു ക്രിസ്തു വെളിച്ചമാണ്. ഈ വെളിച്ചത്തെ അനുഗമിക്കുകയാണ് വേണ്ടത്, അദ്ദേഹത്തെ പിന്തുടരുകയാണ് വേണ്ടത്. തീർച്ചയായും മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് യേശു ക്രിസ്തു പിന്തുടരപ്പെടേണ്ട ഒരു പ്രവാചകനാണ് എന്നാണ്, യാതൊരു സംശയവുമില്ല അതില്. പക്ഷേ യേശു ക്രിസ്തുവിന്റെ ജീവിതം എവിടെ പൂർണ്ണമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു? സുഹൃത്ത് ചോദിച്ചല്ലോ ധാർമ്മിക നിർദ്ദേശങ്ങളെ കുറിച്ച്. ബൈബിൾ പുതിയ നിയമത്തിൽ എന്ത് ധാർമ്മിക നിർദ്ദേശങ്ങളാണുള്ളത് സുഹൃത്തെ? എനിക്ക് ചോദിക്കാമല്ലോ, യേശുവിന്റെ വചനങ്ങളായിട്ടുള്ള ധാർമ്മിക നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലേക്കുമുള്ള ധാർമ്മിക നിർദ്ദേശങ്ങൾ എവിടെ യേശുവിന്റെ മാർഗനിർദ്ദേശമായി പുതിയ നിയമത്തിലുള്ളത്? യേശു ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾക്ക് തന്നെ കൃത്യമായ വിശദീകരണമില്ലതാനും.
നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഞാൻ നേരത്തെ മദ്യത്തിന്റെ കാര്യം പറഞ്ഞു. കൃത്യമായ മാർഗനിർദ്ദേശം എവിടെ? ദൈവത്തിന്റെ കാര്യം നമുക്കറിയാം. യേശു പഠിപ്പിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യേശുവിനെ പിന്തുടരുകയാണ് വേണ്ടത്. യേശുവിനെ പൂർണ്ണമായി പിന്തുടരുകയാണ് വേണ്ടത്. യേശുവിന്റെ വെളിച്ചത്തെ അനുഗമിക്കുകയാണ് വേണ്ടത്. നേരത്തെ പ്രസംഗത്തിൽ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി എന്ത്? യേശുവിനെ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പിന്തുടരപ്പെടുന്നത് എന്ന്. യേശു ക്രിസ്തു പഠിപ്പിച്ചു, എന്റെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 29-ാമത്തെ വചനം. ഈ ഏക കർത്താവ് എന്നുള്ള സിദ്ധാന്തത്തിനെതിരെ നമ്മൾ വിശ്വസിക്കുന്നു 3 ദൈവങ്ങൾ, 3 ത്രിയേക ദൈവം. അങ്ങനെ യേശു പഠിപ്പിച്ചോ? പഠിപ്പിച്ചില്ല. യേശു പഠിപ്പിച്ചു ഏക ദൈവമായ, ഏക സത്യദൈവമായ നിന്റെ ദൈവത്തെ മാത്രം ആരാധിക്കുക. നീ നിന്റെ ദൈവത്തെ മാത്രം ആരാധിക്കുക. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 10-ാം വചനം. ആ ദൈവത്തെ, ഏക ദൈവത്തെ മാത്രമാണ് ആരാധിക്കേണ്ടത്. ഇവിടെ നമ്മൾ യേശുവിനെ തന്നെ ആരാധിക്കുന്നു. അതേപോലെ തന്നെ യേശു ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചിടത്തെല്ലാം അവിടെ നമ്മളെല്ലാം വഴി തെറ്റുന്നു, നമ്മൾ തിരിച്ചു പോകുന്നു. അതല്ല ഉണ്ടാകുന്നത്. യേശു എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചു. ഇവിടെ പറഞ്ഞു മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ 39-ാമത്തെ വചനത്തിൽ, ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിൽ 42-ാമത്തെ വചനത്തിൽ എങ്ങനെ മുട്ടുകുത്തി തല നിലത്ത് കുത്തി കമിഴ്ന്നു കിടന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് യേശു പഠിപ്പിച്ചത് അങ്ങനെയാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പ്രാർത്ഥനാ രീതിക്ക് പറയാ സുജൂദ്. അപ്പോ അതേപോലെ തന്നെ യേശു ക്രിസ്തുവിനെ പരിച്ഛേദന ചെയ്തു. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 21-ാമത്തെ വചനം. ഇങ്ങനെ യേശു ക്രിസ്തു ജീവിതത്തിൽ കൊണ്ടു നടന്നതായി ബൈബിൾ പുതിയ നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാം ഒഴിവാക്കുകയും മറ്റാരൊക്കെയോ പറഞ്ഞത് കൊണ്ടു നടക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ യേശുവിനെ പിൻപറ്റലല്ല. യേശു പഠിപ്പിച്ച ആ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നമുക്ക് ഒരിക്കലും ധർമ്മം എന്താണ് അധർമ്മം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധ്യമല്ല. ഓരോ വിഷയത്തിൽ ഞാനിവിടെ പറഞ്ഞല്ലോ ഓരോ കാര്യങ്ങൾ. ഇപ്പോ അതിന് വിശദീകരണം യേശു ചില സമയത്ത് സംസാരം മുറിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണത്തിന് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 28-ാമത്തെ വചനത്തിൽ യേശു ക്രിസ്തു പറയാണ്, വ്യഭിചരിക്കരുത് എന്ന് എഴുതപ്പെട്ടതായി നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടുകൂടി സ്ത്രീയെ നോക്കിയവൻ മനസ്സിൽ വ്യഭിചരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ യേശു ഇവിടെ പഠിപ്പിക്കുന്നത് എന്താ? ആസക്തിയോടുകൂടി സ്ത്രീയെ നോക്കാൻ പാടില്ല. ആസക്തിയോടുകൂടി സ്ത്രീയെ നോക്കാൻ പാടില്ല. അതാണ് ക്രിസ്തു യേശു പഠിപ്പിക്കുന്നത്. അതിന് എങ്ങനെ പ്രായോഗിക മാർഗമുണ്ട്? ഇവിടെ സെക്സ്, വിവാഹം, ലൈംഗികത എന്ന പേരിൽ ഒരു പുസ്തകമുണ്ട് ക്രൈസ്തവ വീക്ഷണത്തിൽ എന്ന് പറഞ്ഞിട്ട്. സാക് പുന്നനും അദ്ദേഹത്തിന്റെ ഭാര്യയായ ഡോക്ടർ ആനി പുന്നനും കൂടി എഴുതിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ ഡോക്ടർ ആനി പുന്നൻ പറയുന്നു, സത്യക്രിസ്ത്യാനികളെ, ക്രിസ്തു മതത്തിൽ യേശു ക്രിസ്തുവിനെ പിന്തുടരുന്നവരെ, നിങ്ങൾ വനിതകളോടാണ് നിങ്ങൾ മാന്യമായ വസ്ത്രം ധരിക്കണം. മാന്യമായ വസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? യേശു ക്രിസ്തു പറഞ്ഞതുപോലെ അന്യ പുരുഷന്മാരിൽ ആസക്തി ഉണ്ടാക്കാത്ത വസ്ത്രം ധരിക്കണം. അത് യേശു ക്രിസ്തു പഠിപ്പിച്ചതാണ്. പക്ഷേ അതിന് എന്തൊരു ഡ്രസ് കോഡാണ് സ്വീകരിക്കേണ്ടത് കൃത്യമായി പഠിപ്പിക്കാൻ സാധിക്കുന്നില്ല. അവിടെയാണ് കൃത്യമായ മാർഗദർശനം കടന്നു വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഓരോ വിഷയത്തിൽ ഏത് വിഷയത്തിലെടുത്തോളൂ കൃത്യമായ മാർഗദർശനം. നിങ്ങൾക്കറിയാം, ഭക്ഷണത്തിന്റെ കാര്യത്തിലാകട്ടെ, വസ്ത്രത്തിന്റെ കാര്യത്തിലാകട്ടെ, അതേപോലെ തന്നെ ജീവിതത്തിലെ ഓരോ വ്യവഹാരങ്ങളുടെയും കാര്യത്തിൽ, ലൈംഗികതയുടെ കാര്യത്തിൽ എല്ലാം കൃത്യമായ മാർഗദർശനം കാണാൻ ഖുർആനിലേ പറ്റൂ. അവിടെ കൃത്യമായ മാർഗദർശനം എവിടെ? ഒരു വിഷയത്തിൽ ബൈബിൾ പുതിയ നിയമത്തിൽ, ഇവിടെ ബൈബിൾ പുതിയ നിയമത്തിൽ വിവാഹ കാര്യത്തിലുള്ള മാർഗദർശനം എന്താ? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായത്തിൽ 1-ാമത്തെ വചനത്തിൽ പൗലോസ് പറയുന്നു, എന്താ? സ്ത്രീയെ തൊടാതിരിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഉത്തമം. ഈ പൗലോസിന്റെ സിദ്ധാന്തം സ്വീകരിച്ചിരുന്നെങ്കിൽ മനുഷ്യ കുലം തന്നെ ഒരൊറ്റ തലമുറയോടുകൂടി നശിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അത് മാനവികതയ്ക്കെതിരാണ്. ഇസ്ലാം പറയുന്നത് എന്താ? വിവാഹം ചെയ്യണം, അത് പക്ഷേ ദൈവിക വിധിവിലക്കുകൾ പ്രകാരമാകണം. ആ വൈവാഹിക രംഗത്ത് സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? കൃത്യമായ മാർഗദർശനം. അതേപോലെ തന്നെ ഓരോ കാര്യങ്ങളിലും കൃത്യമായ മാർഗദർശനം പരിശുദ്ധ ഖുർആനിൽ നിന്നേ കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. നിങ്ങൾ പരിശോധിക്കുക, പഠിക്കുക. നിങ്ങൾക്ക് പുതിയ നിയമത്തിലെ നിങ്ങളുടെ മാർഗദർശനം, ചർച്ച് പറയുന്ന മാർഗദർശനം എന്നല്ല, അത് നാളെ മാറാം. ചർച്ച് പറയുന്ന മാർഗദർശനം ഇന്നുള്ളത് നാളെ മാറാം, ഇന്നലെയുള്ളത് ഇന്ന് മാറിയിട്ടുണ്ട്. എന്നാൽ ബൈബിളിൽ പറയുന്ന കൃത്യമായ മാർഗദർശനം എന്തൊക്കെയാണെന്നൊന്ന് എഴുതി വെക്കുക. ആ മാർഗദർശനം നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. കൃത്യമായി ജീവിതത്തിന്റെ എല്ലാ രംഗത്തേക്കും സ്വീകരിക്കേണ്ട മാർഗദർശനം നമുക്ക് ലഭിക്കുന്നില്ല. വേറെ ഗ്രന്ഥങ്ങളിലൊന്നും അത് ഖുർആൻ മാത്രമാണുള്ളത് എന്നുള്ളതാണ് വാസ്തവം എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇതിനു മുമ്പ് ചോദിച്ച സഹോദരന്റെ ഡെലിവറൻസ് ഓഫ് സിന്നുമായി ബന്ധപ്പെട്ട ചോദ്യമുണ്ട്, അതിന് മറുപടി പറയുന്നത്.
നേരത്തെ ഡോക്ടർ ചോദിച്ച ചോദ്യത്തിൽ ഞാൻ വിട്ടുപോയൊരു കാര്യം. ഡോക്ടർ ചോദിച്ചു, പാപപരിഹാരത്തിന് ഇസ്ലാമിൽ എന്ത് മാർഗമാണുള്ളത്? ഒരാൾക്ക് പാപമാണ് എന്നറിയാതെ ഒരാൾ തെറ്റ് ചെയ്തു, എന്നാൽ അതിനെന്ത് പരിഹാരമാണുള്ളത്? പാപത്തിന് ദൈവത്തിങ്കലുള്ള ഇസ്ലാം പറയുന്ന പരിഹാരം പശ്ചാത്താപമാണ്. പാപത്തിന് ഇസ്ലാം പറയുന്ന പരിഹാരം പശ്ചാത്താപമാണ്. ഒരു കൊച്ചുകുട്ടി പാപം ചെയ്തതല്ല, മറിച്ച് ഒരാള് അയാൾക്ക് പാപമാണ് എന്നറിയാതെ ഒരു കാര്യം ചെയ്തു. അയാൾക്ക് പാപത്തിനെ കുറിച്ച് ബോധ്യം വന്നാൽ, ആ തെറ്റ് തെറ്റാണ് എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ അയാൾ പശ്ചാത്തപിക്കണം. ആ പശ്ചാത്താപമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം പറയുന്ന പരിഹാരം. ഇസ്ലാം മാത്രമല്ല, യേശു ക്രിസ്തു പഠിപ്പിക്കുന്ന പരിഹാരം അതാണ്. ക്രിസ്തു യേശു പഠിപ്പിക്കുന്ന പരിഹാരം അതാണ്. യേശു ക്രിസ്തുവിനോട് വന്നിട്ട് ശിഷ്യന്മാർ ചോദിച്ചു, യേശുവേ, ആരാണ് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ? മത്തായിയുടെ സുവിശേഷത്തിലെ 18-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ പരിശോധിക്കുക. യേശുവിനോട് വന്നിട്ട് ചോദിക്കുക, ആരാണ് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ? അപ്പൊ യേശു 12 ശിഷ്യന്മാരുണ്ട്. 12 ശിഷ്യന്മാരിൽ പത്രോസേ, നീയാണ് സ്വർഗത്തിൽ ഏറ്റവും വലിയവൻ അല്ല പഠിപ്പിച്ചത്. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ശിഷ്യനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇയാളാണ് സ്വർഗത്തിൽ ഏറ്റവും വലിയവൻ അല്ല പഠിപ്പിച്ചത്. മറിച്ച് യേശു ക്രിസ്തു ഒരു കുഞ്ഞിനോട്, ശിശുവിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ആ ശിശു വന്നപ്പോ യേശു പറഞ്ഞു, നിങ്ങൾ ഈ ശിശുവിനെ പോലെ പശ്ചാത്താപ വിവശരായി നിങ്ങളുടെ മനം മാറ്റം വന്ന് ഈ ശിശുവിനെ പോലെയാകുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ ഈ ശിശുവിനെ പോലെ പശ്ചാത്തപിക്കുന്നവനാകുന്നു. യേശു പഠിപ്പിക്കുക. അപ്പോ ഈ ശിശു 2 കാര്യങ്ങളാണ് അവിടെ ക്രിസ്തു യേശു പഠിപ്പിക്കുന്നത്. ഒന്നാമത്തേത്, ശിശു പാപിയല്ല. ക്രൈസ്തവ സിദ്ധാന്ത പ്രകാരം ആദാം ചെയ്ത പാപം, പിന്നെ ഈ ശിശുക്കൾക്കെല്ലാം ഉണ്ട്, എല്ലാവരും ജനിക്കുന്ന പാപികളായിട്ടാണ്, ആദ്യ പാപവുമായിട്ടാണ്. ക്രിസ്തുവിന് അതറിയില്ല. യേശു ക്രിസ്തുവിന് ആ ക്രൈസ്തവ സിദ്ധാന്തം അറിയില്ല. അറിയുമെങ്കിൽ യേശു ഇത് പഠിപ്പിക്കില്ലല്ലോ. കാരണം അന്ന് ആ ശിശു എന്ത് ചെയ്തിട്ടില്ല? യേശുവിന്റെ കുരിശുമരണം പോലും നടന്നിട്ടില്ല. കുരിശുമരണത്തിന് മുമ്പാണ് ഈ സംഭവം. യേശു ക്രിസ്തു പഠിപ്പിക്കുന്നു, ഈ ശിശുവിനെ പോലെ ആകണം. ആ ശിശു എന്താ? പാപിയാണെന്നാണ് ക്രൈസ്തവ സഹോദരന്മാർ പറയുന്നത്. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്, ഒരു പാപം ചെയ്താൽ, തെറ്റ് ചെയ്താൽ, അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ദൈവത്തിന്റെ മുന്നിൽ പശ്ചാത്തപിക്കുകയും ആ പശ്ചാത്താപം വഴി പിന്നീട് പാപം ചെയ്യുകയില്ല. പശ്ചാത്താപത്തിന് ചില നിബന്ധനകളുണ്ട്. എന്താണ് ആ പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ? സാധാരണ കുംഭസാരത്തിന്റെ മാതിരി ഓരോ ആഴ്ചയും പശ്ചാത്തപിക്കുകയും പിറ്റത്തെ ആഴ്ചയും തെറ്റ് ചെയ്യുകയും വീണ്ടും പശ്ചാത്തപിക്കുകയും ചെയ്യുന്ന രീതിയല്ല ഇസ്ലാം പറയുന്ന പശ്ചാത്താപം. പശ്ചാത്താപം ദൈവമായിട്ടുള്ള ബന്ധം. ദൈവമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ പടച്ച തമ്പുരാനോട് കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക, ദൈവം തമ്പുരാനെ തെറ്റ് ചെയ്തു പോയി പുറത്തു തരടേന്ന് ഹൃദയം അറിയുന്ന, ഹൃദയത്തിനകത്തുള്ള വാഗ്വിചാര കർമ്മങ്ങളെ കുറിച്ച് കൃത്യമായി അറിയുന്ന ദൈവം തമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള അഭ്യർത്ഥനയാണ് പശ്ചാത്താപം. ആ പശ്ചാത്താപമാണ് ഇസ്ലാം പാപപരിഹാരത്തിന് നിശ്ചയിച്ചിട്ടുള്ളത്. ഇത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി മാത്രം നിശ്ചയിച്ചതല്ല, മറിച്ച് എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചതാണ്. ഇതല്ലാത്തൊരു പാപപരിഹാര മാർഗത്തെക്കുറിച്ച് ഒരു പ്രവാചകനും പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. മുമ്പേ ചാതുർവർണ്ണയത്തെക്കുറിച്ച് ധർമ്മസംസ്ഥാപകനായ ശ്രീകൃഷ്ണൻ ചാതുർവർണ്ണ്യം ഇവിടെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു കേൾക്കുകയുണ്ടായി. മുമ്പേ ശങ്കരസ്തുതികളെ പറ്റി വിമർശിച്ച വിദ്യാവചസ്പതി വി പനോളി തന്നെ കഴിഞ്ഞ മാർച്ച് 5-ാം തീയതിയിലെ മാതൃഭൂമി സൺഡേ സപ്ലിമെന്റിൽ 2-ാം പേജിൽ ചാതുർവർണ്ണ്യത്തെ കുറിച്ച് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് ചാതുർവർണ്ണ്യം ഉണ്ടായത്? ഒരു മനുഷ്യന്റെ ഗുണഗണങ്ങളെ അനുസരിച്ചാണ് അവൻ ചാതുർവർണ്ണ്യത്തിന് ഇതാകുന്നത്. അവൻ ബ്രാഹ്മണന് പുത്രനായതുകൊണ്ട് മാത്രം അവൻ ബ്രാഹ്മണനാകുന്നില്ല. അവന്റെ ബ്രാഹ്മണനിലെ ഗുണങ്ങൾ മുഴുവൻ ഉണ്ടെങ്കിലേ അവൻ ബ്രാഹ്മണനാവുള്ളൂ. അല്ലാതെ ബ്രാഹ്മണന്റെ പുത്രനായതുകൊണ്ട് മാത്രം അവൻ ബ്രാഹ്മണനാകുന്നില്ല. ഒരു ശൂദ്രന് ബ്രാഹ്മണനാകാൻ വയ്യാന്ന് എങ്ങും പറയുന്നില്ല. അതുപോലെ തന്നെ ബ്രാഹ്മണന് ശൂദ്രനാകാൻ മേലെന്നും പറയുന്നില്ല. അവന്റെ ഗുണങ്ങൾ, ഒരു ബ്രാഹ്മണന് ജനിച്ച ഒരു പുത്രന്റെ ഗുണങ്ങൾ ശൂദ്രന്റേതാണെങ്കിൽ അവൻ ശൂദ്രന് തുല്യനാണ്. ഒരു ശൂദ്രന്റെ ഗുണങ്ങൾ അതേസമയം ബ്രാഹ്മണ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ അവൻ ബ്രാഹ്മണ തുല്യനാണ്. എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ വേദവ്യാസൻ, വാൽമീകി ഇവരൊക്കെ ശൂദ്രന്മാരായിരുന്നു. അവരൊക്കെ ബ്രാഹ്മണ്യത്വം സ്വീകരിച്ചവരാണ്. എങ്ങനെയാണ്? അവരുടെ ഗുണഗണങ്ങൾ കൊണ്ടാണ്. അവർ ഈശ്വരനെ അറിയാൻ ശ്രമിച്ചു. അവരുടെ ഗുണഗണങ്ങൾ കൊണ്ടാണ് അവർ ബ്രാഹ്മണരായത്. ക്ഷത്രിയനായ വിശ്വാമിത്രൻ ബ്രാഹ്മണത്വം സ്വീകരിച്ചയാളാണ്. അപ്പോൾ ചാതുർവർണ്ണ്യം എന്നുള്ളത് ഇങ്ങനെ ജാതി തിരിച്ച് ആയി പോയത് പിന്നീട് മനുഷ്യനിർമ്മിതം മാത്രമാണ്. അല്ലാതെ ചാതുർവർണ്ണ്യം ഒരിക്കലും ഒരിടത്തും ഒരു വേദത്തിലോ ഒന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ജാതി തിരിച്ചു വേണമെന്ന്. പിന്നെ വേറൊന്ന് ഞാൻ പറഞ്ഞെന്നുള്ളത്, സ്ത്രീകളുടെ അസ്വാതന്ത്ര്യത്തെ പറ്റി പറയുകയുണ്ടായി. 9-ാം ക്ലാസ്സിലെ
കേരള പാഠാവലി ഒന്നാമത്തെ പാഠത്തില് മാതൃദേവോഭവ എന്നുള്ള ഒന്നാമത്തെ പാഠത്തിൽ വ്യക്തമായി അത് ചെയ്തിട്ടുണ്ട്. ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി, അവൾക്ക് സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്നതിനല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അവളെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യണം. ഷീ ഷുഡ് ബി ഓൾവേസ് പ്രൊട്ടക്റ്റഡ് ബൈ സമ്മൺ. അത് ബാല്യത്തില് പിതാവായിരിക്കും, കൗമാരത്തില് ഭർത്താവായിരിക്കും, വാർദ്ധക്യത്തിൽ പുത്രനായിരിക്കും. അവൾ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യപ്പെടണം എന്നാണ് പറഞ്ഞില്ല. അവൾക്ക് സ്വാതന്ത്ര്യം ഒരിക്കലും കൊടുക്കുന്നില്ല എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സ്ത്രീകളെ പറ്റി മറ്റ് പലതും, സ്ത്രീകളുടെ ഗുണഗണങ്ങൾ, കാമം, ക്രോധം, അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അവളുടെ ഗുണങ്ങളെ പറ്റി എല്ലാം പറഞ്ഞപ്പോഴത്തേക്കിനും ഒരു കാര്യം മാത്രം വിട്ടുപോയി സഹോദര. എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത എന്നുള്ള മഹത് വാക്യം മാത്രം പറയാൻ വിട്ടുപോയി. അത് വേണം ആദ്യം പറയാനായിട്ട്. അതാണ് ഏറ്റവും മഹത്തായ വചനം. അതാണ് ഭാരതീയ ചിന്താധാര ഇവിടെ നൽകിയിട്ടുള്ളതും. അത് മാത്രം പറയാതിരുന്നത് ഇത്തിരി സങ്കടമായിപ്പോയി. ഒന്നാമതായി സുഹൃത്ത് പറഞ്ഞിട്ടുള്ളത് ചാതുർവർണ്ണ്യം സത്യത്തിൽ ജന്മത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഉണ്ടായതെന്ന്. ശരിയാണ്, ജന്മത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല ചാതുർവർണ്ണ്യം ഉണ്ടായത്. ചാതുർവർണ്ണ്യം ഉണ്ടായത് ജന്മത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല ഉണ്ടായത്. സ്വാഭാവികമായൊരു സാമൂഹ്യ സാഹചര്യത്തിൽ ഉണ്ടായി വന്നതായിരുന്നു. എന്നാൽ വേദസംഹിതകളിലും ഉപനിഷത്തുകളിലുമെല്ലാം ചാതുർവർണ്ണം വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് ജന്മത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഞാൻ ചന്ദഗ്യോപനിഷത്ത് ഉദ്ധരിച്ച വചനം. 5-ാം അധ്യായത്തിലെ 5-ാം ഘട്ടത്തിലെ 10-ാം അധ്യായത്തിലെ 7-ാമത്തെ വചനം. എന്താ? ധർമ്മം ചെയ്തവർ ബ്രാഹ്മണന്റെയോ ക്ഷത്രിയന്റെയോ വൈശ്യന്റെയോ ജനനേന്ദ്രിയത്തിൽ ജനിക്കുന്നു എന്നാണ്. ഇവിടെ ജന്മത്തിന്റെ പേരിലാണോ ബ്രാഹ്മണ്യം നിശ്ചയിക്കുന്നത്? നിങ്ങൾ പരിശോധിക്കുക, ചർച്ച ചെയ്യുക, തീരുമാനിക്കുക. ഇത് നമ്മള് പിൽക്കാലഘട്ടത്തിൽ ആണ് അതുണ്ടായത്. ഞാൻ പറഞ്ഞല്ലോ, പിൽക്കാലഘട്ടത്തിൽ ഇത് കൈകടത്തപ്പെട്ടതാണ്, എഴുതി ചേർക്കപ്പെട്ടതാണ്. സത്യമാണത്. അതെല്ലാം ദൈവികമാണ്, നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. അത് പിൽക്കാലഘട്ടത്തിലെ മനുഷ്യരുടെ രചനകളാണെന്ന് മനസ്സിലാക്കിയാൽ മതി. എന്നേ ഉള്ളൂ. അതേപോലെ തന്നെ ഇവിടെ സുഹൃത്ത് എത്ര നാര്യസ്തു പൂജന്തി എന്നുള്ള മനുസ്മൃതിയിലെ 5-ാം അധ്യായത്തിലെ 156-ാമത്തെ വചനം എടുത്തുദ്ധരിക്കുകയുണ്ടായി. 86-ാമത്തെ വചനം, എത്ര നാര്യസ്തു പൂജന്തി രാമന്റെ എത്ര പൂജ്യത എന്ന് പറയുന്ന വചനം. എന്താണ്? നാരിയെ എവിടെയാണോ പൂജിക്കപ്പെടുന്നത് അവിടെയാണ് ദേവതകൾ പ്രസാദിക്കുന്നത് എന്നർത്ഥം. ഈ വചനം മനുസ്മൃതിയിലുണ്ട്. പക്ഷേ മനുസ്മൃതിയെ മനസ്സിലാക്കേണ്ടത് കേരള പാഠാവലിയിലെ 9-ാം ക്ലാസ്സിലെ 1-ാമത്തെ അധ്യായത്തിൽ നിന്നല്ല. മനുസ്മൃതിയെ മനസ്സിലാക്കേണ്ടത് മനുസ്മൃതിയിൽ നിന്നാണ്. ഇവിടെ ഉദ്ധരിച്ചല്ലോ 9-ാം അധ്യായത്തിലെ 3-ാമത്തെ വചനം, സ്ത്രീ സ്വതന്ത്രം അർഹതി. അത് മാത്രമല്ല മനുസ്മൃതിയിലുള്ളത്, അതിന്റെ നേരെ മുമ്പുള്ള വചനം ഇവിടെ ഉദ്ധരിച്ചു. 9-ാം അധ്യായത്തിലെ 2-ാമത്തെ വചനം, അസ്വതന്ത്ര സ്ത്രീയ കാര്യസ്ഥ എന്ന് തുടങ്ങുന്ന വചനം അത് ഉദ്ധരിച്ചല്ലോ. എന്താ പറയുന്നത്? മനുസ്മൃതി വായിച്ചു നോക്കുക, പരിഭാഷ ഉണ്ടല്ലോ. മലയാളത്തിൽ മനുസ്മൃതി പരിഭാഷപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എന്താണ്? സ്ത്രീക്ക് ഒരു കാരണവശാലും സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ല. സ്ത്രീക്ക് ഒരു കാരണവശാലും, യാതൊരു കാരണവശാലും സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ല എന്നാണ് വിശദീകരിച്ചിട്ടുള്ളത്. അത് നമ്മൾ എന്തിനാണ് അത് ഏറ്റുപിടിക്കുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. അത് പിൽക്കാലഘട്ടത്തിലെ മനുഷ്യരുടെ സൃഷ്ടിയാണ് എന്ന് മനസ്സിലാക്കിയാൽ പോരെ. അത് പിൽക്കാലഘട്ടത്തിലെ യഥാർത്ഥത്തിൽ ദൈവികമായ വെളിപാടുകളുടെ അടിസ്ഥാനത്തിലല്ല. പിന്നീട് സ്വാഭാവികമായും പുരുഷാധിപത്യ വ്യവസ്ഥിതി കടന്നു വരുമ്പോൾ ഈ രൂപത്തിലുള്ള വചനങ്ങൾ കടന്നു വരികയാണ്. ഇനി എന്താണ് നാരി പൂജിക്കപ്പെടണം? നേരത്തെ ദേവീ സങ്കല്പത്തെ കുറിച്ചും സഹോദരൻ ഡോക്ടർ ഇവിടെ പറഞ്ഞിരുന്നു. ദേവീ സങ്കല്പം ദേവിയായി അംഗീകരിക്കുന്നവരാണ് എന്ന്. സത്യത്തിൽ ദേവീ സങ്കല്പം എന്താണ് ദേവീ സങ്കല്പത്തിന്റെ അടിത്തറ? ഇതെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ്. ദേവീ സങ്കല്പത്തിന്റെ അടിത്തറ എന്താണ്? ദേവി, നിങ്ങൾ നോക്കുക, സതി സമ്പ്രദായം എന്താണ്? ദേവി ആരും അഭിപ്രായപ്പെടില്ല സ്ത്രീ വിമോചനത്തിന്റെ ഒരു മാർഗമാണ് സതി എന്ന്, അല്ലേ? ഒരാള് ഭർത്താവ് മരിച്ചാൽ അയാളുടെ ചിതയിൽ പെണ്ണ് ഭാര്യ ചാടിക്കൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്നതിനാണ് സതി എന്ന് പറയുക. അത് സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ മൂർത്തിമദ്ഭാവമായിരുന്നോ? സ്ത്രീക്ക് വിമോചനം നൽകിയ ഒരു ജീവിത രീതിയായിരുന്നോ? അല്ല. പക്ഷേ സതി ചെയ്ത സ്ത്രീ സതീദേവിയായിരുന്നു. സതി ചെയ്തു കഴിഞ്ഞാൽ ആ സ്ത്രീ അറിയപ്പെടുക സതീദേവിയായിട്ടാണ്. അവൾ ആരാധിക്കപ്പെടുന്നു, അവൾ ദേവിയായി പൂജിക്കപ്പെടുന്നു, അല്ലേ? രൂപ് കൻവാർ സതീദേവിയാണ്.
അപ്പൊ ദേവിയാകുന്നതിന്റെ മാനദണ്ഡം വിമോചനമല്ല, മറിച്ച് എന്താണ് ഇവിടെ എത്ര നാര്യസ്തു പൂജന്തേ എന്ന വചനം വായിച്ചല്ലോ, ആ വചനം മുതൽ ഒരു 12 വചനങ്ങൾ സുഹൃത്തൊന്ന് വായിച്ചാൽ മതി, വേറൊന്നും വേണ്ട. എന്താണ് നാരി പൂജിക്കപ്പെടണം എന്നതുകൊണ്ട് അർത്ഥമാക്കിയതെന്ന് മനസ്സിലായിക്കോളും. എന്താ നാരി പൂജിക്കപ്പെടണം എന്നതുകൊണ്ട് മനുസ്മൃതി, ഞാൻ പറയുന്നത് ഇന്ത്യയിലേക്കുള്ള വൈദിക ദർശനമല്ല. മനുസ്മൃതിക്ക് അതിൻ്റെതായ ഒരു പുരുഷാധിപത്യ സ്വഭാവം ഉണ്ടെന്ന് അംഗീകരിച്ചാൽ, അത് അക്കാലഘട്ടത്തിലെ മനുഷ്യരുടെ സൃഷ്ടിയാണ് എന്ന് അംഗീകരിച്ചാൽ പ്രശ്നം കഴിഞ്ഞു. അതിന് നമ്മളെന്തിനാ ഇന്ത്യയിലേക്ക് വന്ന വിശുദ്ധ പുരുഷന്മാരെ പ്രതിക്കൂട്ടിൽ കയറ്റുന്നത്? അവരെ ക്രൂശിക്കേണ്ട കാര്യമില്ല മനുസ്മൃതിക്ക് വേണ്ടി. മനുസ്മൃതിക്ക് അതിൻ്റെ ഒരു സാമൂഹ്യ സാഹചര്യമുണ്ട്, അത് സൃഷ്ടിച്ച ഒരു പുരുഷാധിപത്യ വ്യവസ്ഥിതിയുണ്ട്, അത് ചാതുർവർണ്ണ വ്യവസ്ഥിതിയിൽ അധിഷ്ഠിതമായി എഴുതപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അതിലിങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായി. എന്താ മനു പറയുന്നത്? എങ്ങനെ പൂജിക്കണം? പൂജിക്കേണ്ടത് അവൾക്ക് ഭക്ഷണം കൊടുക്കണം. എന്തിനാണെന്നും പറയുന്നുണ്ട്. ഭക്ഷണം കൊടുത്താലേ അവളുടെ ശരീരം പുഷ്ടിയുള്ളതാകൂ, അപ്പോഴേ പുരുഷൻ അവളിൽ അനുരക്തനാവുകയുള്ളൂ. പിന്നെ എന്താ കൊടുക്കേണ്ടത്? അവൾക്ക് നല്ല വസ്ത്രവും അതേപോലെ തന്നെ ആഭരണങ്ങളും കൊടുക്കണം. എന്തിനാ? എങ്കിലേ പുരുഷൻ അവളിൽ ആകൃഷ്ടനാവുകയുള്ളൂ. നിങ്ങൾ വായിച്ചു നോക്കുക, ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ വായിച്ചു നോക്കുക. എങ്കിലേ പുരുഷൻ അവളിൽ ആകൃഷ്ടനാവുകയുള്ളൂ. പുരുഷൻ അവളിൽ ആകൃഷ്ടനാകാഞ്ഞാൽ പുരുഷൻ പരസ്ത്രീ ഗമനം നടത്തും, അപ്പോൾ കുലം മുടിഞ്ഞു പോകും. അതുകൊണ്ട് സ്ത്രീയെ പൂജിക്കണം. എന്തിനാ എങ്ങനെ പൂജിക്കേണ്ടത്? പുരുഷന് ഒരു ലൈംഗിക യന്ത്രമാക്കുന്ന രീതിയിൽ സ്ത്രീയെ പൂജിക്കണം, അത്രയേ ഉള്ളൂ. ഒരു ലൈംഗിക യന്ത്രമാക്കുന്ന രീതിയിൽ സ്ത്രീയെ പൂജിക്കണം എന്ന് മനുസ്മൃതി പഠിപ്പിക്കുന്നുള്ളൂ, ആ മനുസ്മൃതിയിലെ വചനങ്ങൾ പഠിപ്പിക്കുന്നുള്ളൂ. എന്നാൽ സ്ത്രീയെ ഉന്നതയായി കാണുന്ന സമ്പ്രദായം ഋഗ്വേദ കാലഘട്ടത്തിലെല്ലാം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അത് ദൈവിക മാർഗദർശനത്തിന്റെ സ്വഭാവമാണ്. എന്നാൽ പിന്നീട് മനുഷ്യരുടെ കൈകടത്തലുകൾ ഉണ്ടായതുകൊണ്ട് നേരത്തെ പറഞ്ഞ രീതിയിൽ സർവേഷാം ദോഷരത്നാനാം സുസമുദ്ഗിഗയാനയ, സർവദോഷരത്നങ്ങളുടെ പേടകം എന്നാ പറഞ്ഞത് യാജ്ഞവൽക്യോപനിഷത്ത്. ചെറിയ കാര്യമില്ല. അതേപോലെ തന്നെ സ്ത്രീ പാപയോനിയിൽ ജനിച്ചവളാണ് എന്നാ പറഞ്ഞത് ആര്? ഭഗവത്ഗീത. ഇതെന്താ? മനുഷ്യരുടെ കൈകടത്തലുകൾ. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അതൊരു വലിയ പ്രശ്നമാക്കി എടുക്കേണ്ടതില്ല. അതുകൊണ്ട് കൃത്യമായ മാർഗദർശനം, ദൈവീകം എന്ന് ഉറപ്പുള്ളിടത്തെ സ്ത്രീക്കും പുരുഷനും കൃത്യമായ പാരസ്പര്യത്തിൽ അധിഷ്ഠിതമായ മാർഗദർശനം ലഭിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ അവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ആ പരിശുദ്ധ ഖുർആനിലെ മാർഗദർശനം എക്കാലഘട്ടത്തിലെയും സ്ത്രീക്കും പുരുഷനും സ്വീകരിക്കുവാൻ സാധിക്കുന്നതാണ് എന്നുള്ളതാണ് വാസ്തവം എന്നാണ് സൂചിപ്പിച്ചത്. സഹോദരൻ പറഞ്ഞൊരു കാര്യം, മനുസ്മൃതിയിലെ 9-ാം അധ്യായത്തിലെ 3-ാം ശ്ലോകത്തിൽ പിതാ രക്ഷതി കൗമാരെ ഭർത്താ രക്ഷതി യൗവനെ രക്ഷന്തി സ്ഥവിര പുത്ര ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതേ. കൗമാരത്തിൽ പിതാവും യൗവനത്തിൽ ഭർത്താവും വാർദ്ധക്യത്തിൽ പുത്രനുമാണ് സ്ത്രീയെ നോക്കേണ്ടത്. സ്ത്രീകൾ ഒരു കാലത്തും സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്നതാണ് ഈ 9-ാം അധ്യായത്തിലെ 3-ാം ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ചോദ്യകർത്താവ് നൽകിയൊരു നിർവചനം പലരും നൽകാറുണ്ട്. സ്ത്രീകൾ സംരക്ഷിക്കപ്പെടണമെന്നതാണ്. എന്നാൽ ഈ മനുസ്മൃതിയിലെ 9-ാം അധ്യായത്തിലെ 2-ാം ശ്ലോകവും ഞാൻ വായിച്ചു. അസ്വതന്ത്ര്യ സ്ത്രീയ കാര്യ പുരുഷൈർ സ്വൈർ ദിവാനിഷം വിഷയേഷു ച സജ്ജന്ത്യ സംസ്ഥാപ്യ ആത്മനോവശേ. രൂപരസാദി വിഷയങ്ങളിൽ ആസക്തികളാണ് സ്ത്രീകൾ. അതുകൊണ്ട് പുരുഷന്മാർ രാവും പകലും അവരെ അവരുടെ അധീനതയിൽ നിർത്തണം. ഒരിക്കലും സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്നതാണ്. നേരത്തെ ചോദ്യകർത്താവ്, അതായത് അക്ബർ ഇവിടെ മറുപടി നൽകിയപ്പോൾ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന്, അല്ലെങ്കിൽ സ്ത്രീകളെ വളരെ താഴ്ന്നാണ് ഹൈന്ദവ സ്മൃതികൾ കാണുന്നതെന്ന് പറഞ്ഞതുകൊണ്ടാണ് അത്തരത്തിലൊരു മറുപടി നൽകിയത്. ചോദ്യത്തിന് ഉത്തരമായിട്ടാണ്. ഏതെങ്കിലും സഹോദരന്റെ മനസ്സിന് വേദനയുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വേദനിപ്പിക്കുവാൻ പറയുന്നതല്ല. ഈ സംഘടിപ്പിച്ചിട്ടുള്ള സംഘാടകരോടും എനിക്കൊന്ന് പറയുവാനുണ്ട്. ഇത്തരത്തിലൊരു വേദി ഇതുപോലൊരു ക്യാമ്പസിൽ ഒരുക്കുവാനും ഇത്രമാത്രം സഹിഷ്ണുതയോടുകൂടി ഇതര മതങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഇരിക്കുവാനും കേൾക്കുവാനും സാധിച്ചത് ഈ ക്യാമ്പസിന്റെ അഭിമാനമാണ്. അതുകൊണ്ട് നിങ്ങൾ തന്നെ മുൻകൈ എടുത്ത് ഒരു ഹൈന്ദവ സന്യാസിയെയോ ഒരു പണ്ഡിതനെയോ അതുപോലെ തന്നെ ക്രൈസ്തവ വിഭാഗത്തിലെ ഒരു പള്ളി വികാരിയെയോ വിളിച്ച്
അവരുടെ മതങ്ങളെ സംബന്ധിച്ച് ഇതുപോലൊരു ചോദ്യോത്തര സെഷനിലൂടെ സംഘടിപ്പിക്കുവാൻ നിങ്ങൾ തന്നെ മുൻകൈ എടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നന്മ മാത്രം ചെയ്യുകയും അതിനായി ആയുഷ്കാലം മുഴുവൻ പാവപ്പെട്ടവർക്കും അശരണർക്കും നീക്കിവെച്ച മദർ തെരേസയെ പോലുള്ളവർ നരകത്തിലാണെന്നാണോ? സുഹൃത്തിന്റെ ചോദ്യം ആത്മാർത്ഥമായി അശരണരെ സഹായിക്കുകയും മറ്റും ചെയ്ത മദർ തെരേസയെ പോലുള്ളവർ നരകത്തിലാണോ എന്നാണ്. ദൈവം തമ്പുരാൻ ആരെയും നരകത്തിലും സ്വർഗത്തിലും ആക്കാനുള്ള അധികാരം എനിക്ക് തരാത്തതുകൊണ്ട് ഇന്ന വ്യക്തി നരകത്തിലാണെന്നോ സ്വർഗത്തിലാണെന്നോ പറയാൻ എനിക്ക് നിർവാഹമില്ല. എന്നാൽ സ്വർഗത്തിന് അവകാശികളാകുന്ന സ്വഭാവത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന സ്വഭാവങ്ങളെക്കുറിച്ചും പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഒന്നാമതായി മനുഷ്യന് 3 തരം ബാധ്യതകളാണുള്ളത്. ബാധ്യത ഒന്ന് ദൈവത്തിനോടുള്ളതാണ്, ഒന്ന് സ്വന്തത്തോടുള്ളതാണ്, ഒന്ന് മറ്റുള്ളവരോടുള്ളതാണ്. ഈ 3 തരം ബാധ്യതകളെ നിർവഹിക്കുന്നവനാണ് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ അർഹനായിത്തീരുന്നത്. അതിൽ ഒന്നാമത്തെ ബാധ്യതയായ ദൈവത്തിനുള്ള ബാധ്യത അവനെ പൂർണ്ണമായി അറിയുകയും ദൈവിക സ്രോതസ്സുകളിൽ നിന്ന് അവനെ മനസ്സിലാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവനെ അറിയുകയും അവനെ മാത്രം ആരാധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ദൈവത്തോടുള്ള ബാധ്യത. പടച്ച തമ്പുരാനോട്, നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ച തമ്പുരാനോടുള്ള ബാധ്യത. ഒരു കാര്യം സൽക്കർമ്മമാകണമെങ്കിൽ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ, ഇപ്പോൾ സൽക്കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞല്ലോ, ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ ഒരു കാര്യം സൽക്കർമ്മമാകണമെങ്കിൽ അടിസ്ഥാനപരമായ ഒരു നിബന്ധനയുണ്ട്. ആ നിബന്ധന മനസ്സിലാക്കിയാൽ തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ, ഒരേ കർമ്മം തന്നെ ഒരേ സമയം സൽക്കർമ്മവും ദുഷ്കർമ്മവുമാകാന്ന ഇസ്ലാമിക വീക്ഷണം. ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്നിട്ട് അയാളുടെ പ്രയാസങ്ങൾ പറയുന്നു. ഈ സമയത്ത് അയാൾ ഒരു നല്ല സംഭാവന അയാൾക്ക് കൊടുക്കുന്നു. ഈ പാവപ്പെട്ട മനുഷ്യന് ഈ സംഭാവന കൊടുക്കുമ്പോൾ സംഭാവന കൊടുക്കുക എന്നുള്ള പ്രവർത്തനം അത് സൽക്കർമ്മമാകണമെങ്കിൽ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ ഒന്നാമതായി അവൻ ചെയ്യുന്നത് ദൈവിക മാർഗദർശന പ്രകാരമാകണം. ദൈവിക മാർഗദർശന പ്രകാരമാകണം അവൻ ചെയ്യുന്നത്. അല്ലെങ്കിലോ നന്മ എന്ന് തോന്നുന്നത് തന്നെ ചിലപ്പോൾ തിന്മയാകാം. ഉദാഹരണത്തിന് മധ്യകാലഘട്ടത്തിൽ നമ്മുടെ മധ്യവർഗത്തിൽപ്പെട്ട സ്ത്രീകൾ, ആ സ്ത്രീകളിൽപ്പെട്ട മൂത്ത കുട്ടിയെയോ അല്ലെങ്കിൽ രണ്ടാമത്തെ കുട്ടിയെയോ ക്ഷേത്രത്തിലേക്ക് വേണ്ടി നേർച്ചയാക്കുമായിരുന്നു. അവർ വിചാരിച്ചിരുന്നത് അത് വലിയൊരു നന്മയാണെന്നാണ്. ദേവദാസികളായി നേർച്ചയാക്കും. അവരുടെ ജോലി എന്താ? ക്ഷേത്രത്തോട് ബന്ധപ്പെടുന്ന ആളുകൾക്കുള്ള അഭിസാരിക വൃത്തി. അത് നന്മയാണെന്ന് വിചാരിച്ചിട്ടാണ് അവർ ചെയ്തത്. പക്ഷേ അത് ദൈവിക മാർഗദർശന പ്രകാരമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് നന്മയല്ല. ഒന്നാമതായി ദൈവിക മാർഗദർശന പ്രകാരമാകണം. രണ്ടാമതായി എന്ത് വേണം? രണ്ടാമതായി ആ കർമ്മത്തിന്റെ പ്രതിഫലം, മരണാനന്തര ജീവിതത്തിലെ പ്രതിഫലം കാക്ഷിക്കണം. ഇവിടെ നിന്നുള്ള സൽപ്പേരാണ് ഒരു കർമ്മം ചെയ്യുമ്പോൾ ഒരാൾ ലക്ഷ്യമാക്കുന്നത് എങ്കിൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ തന്നെ പാവപ്പെട്ടവനെ സഹായിക്കുമ്പോ നാളെ അവൻ എന്നെ കാണുമ്പോ എന്നെ കാണുമ്പോ ഒന്ന് സാഷ്ടാംഗം നമിക്കണം, എന്നെ കാണുമ്പോ ഒന്ന് കുമ്പിടണം, എന്നെ കാണുമ്പോ അല്ലെങ്കിൽ 4 ആളോട് പറഞ്ഞിട്ട് ഞാനൊരു നല്ല എമൗണ്ട് കൊടുത്തു പാവപ്പെട്ടവനെ എന്നുള്ളൊരു സൽകീർത്തി എനിക്ക് ഉണ്ടാകണം എന്നാണ് ഇയാളുടെ മനസ്സിലുള്ള ഉദ്ദേശമെങ്കിൽ അത് സൽക്കർമ്മമല്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോ ഒരു കർമ്മം സൽക്കർമ്മമാകണമെങ്കിൽ ഒന്ന് ദൈവിക മാർഗദർശന പ്രകാരമാകണം. രണ്ടാമതായി ആ സൽക്കർമ്മം ചെയ്യുന്നത് പരലോകത്തെ മോക്ഷം ഉദ്ദേശിച്ചുകൊണ്ടാകണം. ഇവിടെ ഒന്നാമതായി ദൈവത്തോടുള്ള ബാധ്യതയിൽ ഏകനായ സൃഷ്ടാവിനെ അംഗീകരിക്കുകയും അവനെ മാത്രം ആരാധിക്കുകയും വേണം. രണ്ടാമതായി സൽക്കർമ്മം ചെയ്യണം. ആ സൽക്കർമ്മം ഇങ്ങനെയാകണം, ഞാൻ പറഞ്ഞ പോലെ ആ രൂപത്തിൽ സൽക്കർമ്മം ചെയ്ത് ഏക സൃഷ്ടാവിനെ ആരാധിച്ച ആളുകളെല്ലാം സ്വർഗത്തിലാണ്. അതല്ലെങ്കിലോ അവർ നരകത്തിലേക്കാണ് നയിക്കപ്പെടുക എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് ജാതിയുടെ അടിസ്ഥാനത്തിലല്ല. എത്ര വലിയ വ്യക്തിയാണെങ്കിലും അയാളുടെ ഇന്റൻഷൻ എന്താണ് എന്ന് നമുക്ക് ആർക്കെങ്കിലും അളക്കാൻ പറ്റുമോ?
അയാളുടെ മനസ്സിൽ ഒരു കർമ്മം ചെയ്യുമ്പോൾ അയാളുടെ മനസ്സിലുള്ളത് എന്താണ് എന്ന് അളക്കാൻ അയാളുടെ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ അളക്കാൻ നമുക്കൊന്നും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അത് അളക്കുന്ന പടച്ച തമ്പുരാനാണ് പരലോകത്ത് പ്രതിഫലം കൊടുക്കുന്നത്. ഒരാളുടെ പേര് കൊണ്ടോ ഒരാളുടെ നാമം കൊണ്ടോ അതിന്റെ അടിസ്ഥാനത്തിലോ അല്ല പ്രതിഫലം കൊടുക്കുന്നത്. മറിച്ച് അയാളുടെ വിശ്വാസത്തിന്റെയും അയാളുടെ കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. ഒരാൾ കൃത്യമായി ദൈവിക ബോധനപ്രകാരമാണ് കർമ്മം ചെയ്തത് എങ്കിൽ, അയാൾ പരലോക മോക്ഷത്തിനു വേണ്ടിയാണ് കർമ്മം ചെയ്തത് എങ്കിൽ തീർച്ചയായും അയാൾ മരണാനന്തര ജീവിതത്തിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. എന്നാൽ ഇതിന് രണ്ടും വേണ്ടിയല്ല എന്നുള്ള കർമ്മം ചെയ്തത് എങ്കിൽ അയാൾ എത്ര വലിയ ആളാണെങ്കിലും അയാളുടെ ലക്ഷ്യം പിഴച്ചു പോയത് കൊണ്ട് തന്നെ അയാളുടെ സ്വർഗപ്രവേശത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ വിമർശിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ബിസ്നി, ഞാനും പിതാവും ഒന്നാണ്, ഞങ്ങൾ ഒന്നായിരിക്കുന്ന പോലെ നിങ്ങളും ഒന്നായിരിക്കണം. അതുപോലെ യോഹന്നാൻ 1:18 പറയുന്നുണ്ട്, ദൈവത്തെ ആരും കണ്ടിട്ടില്ല, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനായാണ് അവിടുത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ നിന്നും യേശു ദൈവമാണെന്ന് തന്നെയല്ലേ വെളിപ്പെടുത്തുന്നത്? അതുപോലെ സഭയെ ഇന്നും നയിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ എക്സിസ്റ്റിനെ കുറിച്ച് എന്ത് പറയാനുള്ളത്? സഹോദരി ചോദിച്ചിട്ടുള്ളത് യേശു ദൈവപാടി എന്നല്ലേ ബൈബിൾ വെളിപ്പെടുത്തുന്നത് എന്ന്. സഹോദരി 2 വചനങ്ങൾ ഉദ്ധരിക്കുകയുണ്ടായി. ഒന്ന് യോഹന്നാന്റെ സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിലെ 18-ാമത്തെ വചനവും 2 യോഹന്നാന്റെ സുവിശേഷത്തിലെ 10-ാം അധ്യായത്തിലെ 30-ാമത്തെ വചനവുമാണ്. 10-ാം അധ്യായത്തിലെ 30-ാമത്തെ വചനമാണ് സഹോദരി പറഞ്ഞത് ഞാനും പിതാവും ഒന്ന് തന്നെ എന്നുള്ള വചനം. ഇവിടെ യേശുക്രിസ്തു പഠിപ്പിക്കുന്ന ഞാനും പിതാവും ഒന്നു തന്നെ എന്ന് യേശുക്രിസ്തു പഠിപ്പിക്കുന്നതായി യോഹന്നാന്റെ സുവിശേഷം വരച്ചത് കാണിച്ചു തരുന്നത് ഞാനും പിതാവും ഒന്നു തന്നെ എന്നാണ്. എന്നാൽ യേശുക്രിസ്തു യേശുവിനെയും പിതാവിനെയും രണ്ടാക്കി പറഞ്ഞതായി പല രംഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. യേശു തന്നെ പറയുന്ന യോഹന്നാന്റെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിലെ 3-ാമത്തെ വചനത്തിൽ ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നതാകുന്നു നിത്യജീവൻ. യേശു തന്നെ പറയുന്നു യോഹന്നാന്റെ സുവിശേഷത്തിൽ 20-ാം അധ്യായത്തിലെ 17-ാമത്തെ വചനത്തിൽ എന്റെയും നിങ്ങളുടെയും പിതാവും എന്റെയും നിങ്ങളുടെയും ദൈവവുമായുള്ളവന്റെ അടുക്കലേക്ക് ഞാൻ കയറിപ്പോകുന്നു. യേശുക്രിസ്തു തന്നെ പറയുന്നു 8-ാം അധ്യായത്തിലെ യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിലെ 17-18 വചനങ്ങളിൽ എന്താ യേശു പറയുന്നത്? 2 പേർ സാക്ഷികളാണ് യാൽ സാക്ഷ്യത്തിന് 2 പേർ അർഹരാണ് എന്ന് 2 പേർ സാക്ഷികളായാൽ ഒരു കാര്യം സത്യമാണ് എന്ന് നിങ്ങളുടെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. എങ്കിൽ ഞാൻ എനിക്ക് തന്നെ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, എന്നെ അയച്ച പിതാവും എനിക്ക് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അവിടെ യേശു പറയുന്നത് ഞാനും പിതാവും 2 പേരാണ് എന്നാണ്. അപ്പൊ യേശു പല വചനങ്ങളിലും ഞാനും പിതാവും 2 തന്നെ എന്ന് പറയുന്നുണ്ട്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി യോഹന്നാന്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിലെ 30-ാമത്തെ വചനത്തിൽ ഞാനും പിതാവും ഒന്നാണ് എന്ന് പറയുന്നുണ്ട്. ശരിയാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? അതാ യോഹന്നാന്റെ സുവിശേഷം വായിച്ചാൽ മനസ്സിലാകും. യോഹന്നാന്റെ സുവിശേഷത്തിൽ ആ വചനം മാത്രം എടുക്കാതെ ആ സാഹചര്യം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈ പറഞ്ഞതിന് അർത്ഥം എന്താണ് എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 21-ാമത്തെ വചനം എടുക്കുക. യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയാണ്, പിതാവേ ഞാനും നീയും ഒന്നായതുപോലെ നീ എന്നിലും ഞാൻ നിന്നിലുമായതുപോലെ ഇവരും നമ്മിലാകേണ്ടതിനു വേണ്ടി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഇവരെല്ലാം ഒന്നാകേണ്ടതിനു വേണ്ടി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. യേശു പ്രാർത്ഥിക്കണം, ഞാൻ നിന്നിലും നീ എന്നിലുമായതുപോലെ ഇവർ നമ്മിലാകണം, ഞാനും നീയും ഒന്നായതുപോലെ ഇവർ ഒന്നാകണം. ഇതിന്റെ അർത്ഥം എന്താണ്? യേശുവും പിതാവും ഞാനും പിതാവും ഒന്നു തന്നെ എന്ന് പറയുമ്പോൾ യേശു പ്രയോഗിച്ച ഒന്ന് എന്നതിന് പ്രയോഗിച്ച ഗ്രീക്ക് പദം യേശു അല്ല, ഈ ഗ്രീക്കിലല്ല പ്രയോഗിച്ചത്, പക്ഷെ ഗ്രീക്കിൽ യോഹന്നാൻ പ്രയോഗിച്ച പദം ഹെൻ എന്നാണ്. അതേ ഹെൻ എന്ന പദമാണ് 17:21 പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് അവിടെ എന്താണ്? ഞാൻ നിന്നിലും നീ എന്നിലും ആയതുപോലെ നമ്മൾ ഒന്നായതുപോലെ ഇവരെല്ലാം ഒന്നാകണം, ഇവർ നമ്മിലാകണം. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ?
ഇവർ യേശുവും പിതാവും ഒന്നാണ് എന്നതുകൊണ്ട് അവർ ദൈവത്തിന്റെ അസ്തിത്വമുള്ളവരാണെന്ന് പറയുകയാണെങ്കിൽ ഈ 12 പേരും ദൈവത്തിന്റെ അസ്തിത്വമുള്ളവരാണെന്ന് പറയേണ്ടി വരും. അപ്പൊ ത്രിയേകത്വം പോയിട്ട് 14 പേരുടെ ഏകത്വമായി മാറും. അതല്ലേ സംഭവിക്കുക? എന്നാൽ എന്താണ് ഇതിന്റെ അർത്ഥം? ഒന്ന് എന്നുള്ളത് കൊണ്ട് ഇവിടെ ആദർശത്തിൽ ഐക്യമാണ് പറയുന്നത്. പിതാവ് എനിക്ക് തന്നതിനെ തട്ടിപ്പറിക്കാൻ ആർക്കും സാധ്യമല്ല. യേശുക്രിസ്തു പറഞ്ഞിട്ടാ പറയുന്നത്, ഞാനും പിതാവും ഒന്നാണ്, ഞങ്ങൾ ഒന്നാ, നമ്മൾ ഒന്നാണെന്ന് നമ്മൾ പറയാറില്ലേ? ആദർശത്തിൽ ഒരു പ്രത്യേക പർപ്പസിന്റെ കാര്യത്തിൽ ഒരേ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ പറയും ഞങ്ങൾ ഒന്നാണ്. ഇതേപോലെ മാത്രമേ യേശു ഒന്നാണ് എന്നത് പറഞ്ഞതുകൊണ്ട് വിവക്ഷിച്ചിട്ടുള്ളൂ എന്നാണ് 17:21 മനസ്സിലാകുന്നത്. മാത്രമല്ല ക്രിസ്തു യേശു പല തവണ 2 തന്നെയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. പിന്നെ സഹോദരിയുടെ ചോദ്യം യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിലെ 18-ാമത്തെ വചനത്തിൽ പിതാവിന്റെ മടിയിലിരിക്കുന്നവനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പിതാവിന്റെ മടിയിലിരിക്കുന്നവനായ പുത്രൻ, മടിയിലിരിക്കുക എന്നുള്ളത് ഒരു ആലങ്കാരിക പ്രയോഗപാടി എന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്. അല്ല, ദൈവം അങ്ങനെ ഒരു കസാരയിലിരിക്കുകയും യേശു ക്രിസ്തു ദൈവത്തിന്റെ മടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണെന്നുള്ള ലക്ഷ്യത്തിലല്ല. മറിച്ച് ദൈവത്തിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ആരാ? യേശുവാണ്. യേശുവാണ് ദൈവത്തെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതാണ് ഈ വചനം പറയുന്നത്. ഇനി പുത്രൻ എന്നുള്ള പദപ്രയോഗമാണെങ്കിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ 22-ാം വചനത്തിൽ ഇസ്രായേൽ ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ എന്നുണ്ട്. സങ്കീർത്തന പുസ്തകം 2-ാം അധ്യായത്തിലെ 7-ാമത്തെ വചനത്തിൽ നമുക്ക് ദാവീദ് ദൈവത്തിന്റെ പുത്രനാണ് എന്ന് വായിക്കാൻ സാധിക്കും. ശാമുവേലിന്റെ 2-ാം പുസ്തകം 7-ാം അധ്യായത്തിലെ 14-ാമത്തെ വചനത്തിൽ സോളമൻ ദൈവപുത്രനാണ് എന്ന് നമ്മൾ വായിക്കുന്നു. ഇരമ്യാവിന്റെ പുസ്തകം, ജെറമിയ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ എഫ്രയീം ദൈവത്തിന്റെ പുത്രൻ എന്ന് നമ്മൾ വായിക്കുന്നു. ആവർത്തന പുസ്തകം 14-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ മനുഷ്യരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ് എന്ന് നമ്മൾ വായിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 38-ാമത്തെ വചനത്തിൽ ആദാം ദൈവത്തിന്റെ പുത്രനാണ് എന്ന് നമ്മൾ വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ സമാധാനമുണ്ടാക്കുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ് എന്ന് നമ്മൾ വായിക്കുന്നു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ? ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവൻ. ആ അർത്ഥത്തിൽ യേശു ക്രിസ്തു ദൈവപുത്രനാണ്. മാത്രവുമല്ല, യേശു സ്വയം ദൈവപുത്രൻ എന്ന് അവകാശപ്പെടുന്നത് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കുന്നേയില്ല. ബൈബിളിൽ പുതിയ നിയമത്തിൽ 4 ദൈവപുത്രൻ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് യേശുവിനെ പറ്റി. അത് ശിഷ്യന്മാർ പ്രയോഗിച്ചിട്ടുണ്ട്, ബാക്കിയുള്ളവർ പ്രയോഗിച്ചിട്ടുണ്ടെല്ലാം ഉണ്ട് 41 തവണ. അതിൽ ഒരു തവണ യഹൂദന്മാരുടെ ഒരു ചോദ്യത്തിന് മറുപടിയായി ദൈവപുത്രൻ എന്ന് പറയുന്നു എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ യേശു ഒരിക്കലും ദൈവപുത്രനാണെന്ന് സ്വയം പറയല്ല. യേശു സ്വയം പറഞ്ഞതെല്ലാം മനുഷ്യപുത്രൻ എന്നാണ്. ബൈബിളിൽ യേശു സ്വയം പറയുന്നത് 83 തവണ മനുഷ്യപുത്രൻ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. മനുഷ്യപുത്രൻ എന്ന് ആണ് യേശു സ്വയം പരിചയപ്പെടുത്തുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ദൈവത്തിന്റെ മടിയിലിരിക്കുന്നവനായ, അഥവാ ദൈവത്താൽ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ടവനായ യേശു ക്രിസ്തു ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അത് സത്യവുമാണ്, അതിൽ യാതൊരു സംശയമില്ല. ഇനി പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. പരിശുദ്ധാത്മാവ് വഴി നടത്തുന്നു എന്നാണ് സഹോദരി പറയുന്നത്. ആരെ വഴി നടത്തുന്നു? ആരെ വഴി നടത്തുന്നു? നമ്മൾ ചിന്തിക്കണമല്ലോ. ആരെയാണ് വഴി നടത്തുന്നത്? ഏത് വിഭാഗത്തെയാണ് കൃത്യമായി പരിശുദ്ധാത്മാവ് വഴി നടത്തുന്നത്? എല്ലാവരും പറയുന്നു ഞങ്ങളെ വഴി നടത്തുന്നു. റോമൻ കത്തോലിക്കക്കാരൻ പറയുന്നു ഞങ്ങളെ യേശു പരിശുദ്ധാത്മാവ് വഴി നടത്തുന്നു. പെന്തക്കോസ്തുകാരൻ പറയുന്നു ഞങ്ങളെ വഴി നടത്തുന്നു. യഹോവ സാക്ഷിക്കാരൻ പറയുന്നു ഞങ്ങളെയാണ് വഴി നടത്തുന്നത്. CSI കാരൻ പറയുന്നു അതൊന്നുമല്ല, ഞങ്ങളെയാണ് വഴി നടത്തുന്നത്. ഇത് പരിശോധിക്കാനോ വഴി നടത്തൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പരിശോധിക്കാനോ ഒരു മാനദണ്ഡമില്ല താനും. ഒരുത്തം പറയുന്നു പത്രോസ് എന്ന ഈ പാറയാണ്, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ സ്ഥാപിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ആ പത്രോസ് ആകുന്ന പാറയിൽ സ്ഥാപിക്കപ്പെട്ട സഭയാണ് റോമൻ കത്തോലിക്ക സഭ. അതുകൊണ്ട് ഞങ്ങളെയാ വഴി നടത്തുന്നത്. എന്നാൽ മറ്റൊരു പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവർ അന്യഭാഷകൾ സംസാരിക്കുന്നു. മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 17-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അന്യഭാഷ സംസാരിക്കുന്ന ഞങ്ങൾ പെന്തക്കോസ്തുകാരാണ് യേശുവിനാൽ വഴി നടത്തപ്പെടുന്നവൻ, അല്ല പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തപ്പെടുന്നവൻ. അപ്പൊ വഴി നടത്തുക എന്ന് പറഞ്ഞാൽ കൃത്യമായി ധാർമ്മിക മാർഗനിർദ്ദേശം നൽകലാകണം. ഓരോ വിഷയത്തിലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വേദഗ്രന്ഥം എന്ന് പറഞ്ഞാൽ അതിനാ.
കൃത്യമായ ധാർമ്മിക മാർഗനിർദ്ദേശം, ലോകത്ത് കൃത്യമായ ധാർമ്മിക മാർഗനിർദ്ദേശം നൽകുന്ന വേദഗ്രന്ഥം നമ്മുടെ മുന്നിലുണ്ട്. പരിശുദ്ധാത്മാവ് അവസാനമായി അന്തിമ പ്രവാചകന് ദൈവത്തിൽ നിന്ന് അവതരിപ്പിച്ചു കൊടുത്ത വേദഗ്രന്ഥം. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ഒരു മാലാഖയായിരുന്നു എന്നാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. ദൈവിക മാലാഖയായ പരിശുദ്ധാത്മാവ് ദൈവം തമ്പുരാനിൽ നിന്ന് മാനവരാശിക്കു വേണ്ടി അന്തിമ പ്രവാചകന് എത്തിച്ചു കൊടുത്ത വേദഗ്രന്ഥം. അതാണ് ലോകത്തെ സകല സത്യത്തിലും വഴി നടത്തുന്ന വേദഗ്രന്ഥം എന്നുള്ളതാണ് സത്യം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഹലോ, എൻ്റെ പേര് അബ്ദുൽ മജീദ്, അരീക്കോട് നിന്നാണ് വരുന്നത്. എൻ്റെ ചോദ്യം, ലോകത്തിന് നന്മതിന്മകളെ വിച്ഛേദിച്ച് വിവരിച്ചു കൊടുക്കാൻ വേണ്ടി ദൈവത്താൽ നിയമിതനായ മുഹമ്മദ് നബിയെക്കുറിച്ച് ഹൈന്ദവ ഗ്രന്ഥങ്ങളിലോ ബൈബിളിലോ വല്ല പരാമർശവും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് വിശദീകരിച്ചാൽ തിരക്കില്ല. ഇവിടെ ഹൈന്ദവ ഗ്രന്ഥങ്ങളിലോ ബൈബിളിലോ മുഹമ്മദ് നബിയെ കുറിച്ചുള്ള പരാമർശം ഉണ്ടോ എന്നാണ് ചോദ്യം. ഏതായിരുന്നാലും അരീക്കോട്ടുകാരൻ അബ്ദുൽ നാസറിന് ഹൈന്ദവ ഗ്രന്ഥങ്ങളിലോ ബൈബിളിലോ ഒരു പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഈ വിഷയം വളരെ വിശദമായി വിശദീകരിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ഓരോ ഗ്രന്ഥവും എടുത്ത് അതിൻ്റെ പ്രവചനം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ആ പ്രവചനം വിശദീകരിക്കണമെങ്കിൽ ഓരോ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും. നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ ഒരു സ്റ്റാളുണ്ട്, അവിടെ ബൈബിളിൽ പ്രവചിക്കപ്പെട്ട പ്രവാചകൻ എന്ന പുസ്തകമുണ്ട്, ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ അന്തിമാചാര്യൻ എന്ന പുസ്തകമുണ്ട്. അതിൽ ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് സമയം വളരെ പരിമിതമായതുകൊണ്ടും പിന്നെ ആ ചോദ്യത്തിന് ഓരോ കാര്യങ്ങളെടുത്ത് മറുപടി പറയാൻ തന്നെ ഒരു 1/2-3/4 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് വേണം. കാരണം ഒരു ജനറലൈസ് ചോദ്യമല്ലേ, അതുകൊണ്ട് അമുസ്ലിം സുഹൃത്തുക്കൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരം കൊടുക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കാം. ഒരു അനൗൺസ്മെന്റ് ഉണ്ട്, സ്റ്റുഡൻസിന് കൊടുക്കണം. ഞാൻ സ്റ്റുഡന്റ് തന്നെയാണ്, ഇവിടെ ഉള്ളതാണ്. അതെ, PG ഓറൽ സർജറി. തെറ്റിദ്ധരിച്ചു. ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ഉടനെ ഈ ബൈബിളിലുള്ള ചില കാര്യങ്ങളെ പറ്റി ഇവിടെ പരാമർശിച്ച കാര്യങ്ങളിൽ ചില തെറ്റുകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറയുക. ക്വസ്റ്റ്യൻ അല്ല. കുട്ടികളെ പോലെ പശ്ചാത്തപിക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. നിങ്ങൾ കുട്ടികളെ പോലെ ആയിത്തീരുന്നെങ്കിൽ സ്വർഗരാജ്യം പ്രാപിക്കാം. ആ പശ്ചാത്തപിക്കണമെന്നുള്ളത് ഒരു അഡീഷനായിരുന്നു. പിന്നെ രണ്ടാമത്, കർത്താവ് പല കാര്യങ്ങളിലും വ്യക്തമായിട്ട് അഭിപ്രായം ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് ഇവിടെ പറഞ്ഞു.
എല്ലാ കാര്യങ്ങളിലും കർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പിന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം മൂലം സ്ലീഹന്മാർ വഴി പല കാര്യങ്ങളിലും ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് ഭക്ഷണ രീതി എങ്ങനെ വേണമെന്ന് പൗലോസ് ലീഹായ്ക്ക് കർത്താവ് പരിശുദ്ധാത്മാവ് മൂലം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ട്രേയിൽ എല്ലാ പക്ഷി മൃഗാദികളെയും കാണിച്ചിട്ട് ക്രിസ്ത്യാനികൾക്ക് ഇതെല്ലാം കഴിച്ചോളാം. യഹൂദന്മാര് വെജിറ്റേറിയൻസ് ആയിരുന്നു. ഉടനെ ഇതെല്ലാം കഴിച്ചോളാം എന്ന് പൗലോസ് ലീഹായ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ കല്യാണം കർത്താവ് പറഞ്ഞിട്ടുള്ളത് ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും ചേരും, അവർ ഇനിമേൽ 2 ശരീരമല്ല 1 ശരീരമത്രേ. പിന്നെ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത് എന്ന് കർത്താവ് കല്യാണത്തെ പറ്റിയും വ്യക്തമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ക്രിസ്ത്യാനികള് കള്ളു കുടിക്കണമെന്ന് കർത്താവ് ഒരിക്കലും പറഞ്ഞിട്ടില്ല. കാനാവിലെ കല്യാണത്തിൽ വീഞ്ഞുണ്ടാക്കി കൊടുത്തു എന്നാണ് ആരോപണം. അതന്ന് യഹൂദന്മാരുടെ ഇടയിലെ ഒരു ആചാരമായിരുന്നു. അത് വീഞ്ഞിപ്പം നമ്മൾ കൊച്ചുകുട്ടികളും കുടിക്കുന്നുണ്ട്. ചെറിയതായിട്ടൊന്ന് ഫെർമെന്റ് ചെയ്ത് വേണമെങ്കിൽ കുടിക്കാൻ വീഞ്ഞ്. അത് ലഹരി പദാർത്ഥമായിട്ട് എനിക്ക് ഒരിക്കലും കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പിന്നെ അന്ന് യഹൂദന്മാരുടെ ഇടയിൽ കല്യാണ സദ്യക്ക് എവിടെ പോയാലും ആദ്യം വീഞ്ഞു കൊടുക്കുക. ഇപ്പോഴും ക്രിസ്ത്യാനികളുടെ ഇടയിൽ ആ സംവിധാനമുണ്ട്. ചെല്ലുമ്പോ ഒരു ഗ്ലാസ്സിനകത്ത് ഇത്തിരി വീഞ്ഞു കൊടുക്കുക എന്നത്. അതൊരിക്കലും ഒരു മത്ത് പിടിക്കാൻ വേണ്ടിയുള്ള വീഞ്ഞു കൂടിയാണ് എന്ന് എനിക്ക് യോജിപ്പില്ല. പിന്നെ കർത്താവ് നിങ്ങളുടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ചോദിക്കാം. ഇത് ചോദ്യോത്തര സെഷനാണ്. 12 മണി. ജസ്റ്റ് ഒരു കാര്യം കൂടെ ഉള്ളൂ. പിന്നെ ദൈവവും കർത്താവ് ഒന്നാണ് എന്ന് കർത്താവ് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഒന്നാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നുവെന്നും പറഞ്ഞിട്ടുണ്ട്. ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇത്രയും കണ്ടിട്ടും തെറ്റിപ്പോയോ, അറ്റ്ലീസ്റ്റ് പ്രവൃത്തി കണ്ടെങ്കിലും നിങ്ങൾ എന്നിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉടനെ ഇത്രയും എനിക്കൊന്ന് പോയിന്റ്സ് പറയണമെന്നുണ്ടായിരുന്നു. സഹോദരൻ വളരെ വിശദമായി എൻ്റെ പോയിന്റുകളെ ഗണ്ണിച്ചിരിക്കുകയാണ്. ഒന്നാമതായി സുഹൃത്ത് പറഞ്ഞത് യേശു ക്രിസ്തു പശ്ചാത്തപിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ അനുദപിച്ച് ശിശുക്കളെ പോലെയാകുന്നില്ലെങ്കിൽ, നിങ്ങൾ അനുദപിക്കുക എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന അർത്ഥം പശ്ചാത്തപിക്കുകയാണ്. വായിച്ചു നോക്കിയാൽ മതി. ഇനി മത്തായിയുടെ സുവിശേഷം 18 അധ്യായത്തിലെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതേ വചനം തന്നെ യേശു ആവർത്തിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 19 അധ്യായത്തിലെ 13 വചനത്തിലും, മർക്കോസിന്റെ സുവിശേഷം 10 അധ്യായത്തിലെ 13 വചനത്തിലും, ലൂക്കോസിന്റെ സുവിശേഷം 18 അധ്യായത്തിലെ 16 വചനത്തിലുമെല്ലാം യേശു ഇക്കാര്യം തന്നെ ആവർത്തിക്കുന്നുണ്ട്. അഥവാ ശിശുക്കളെ എൻ്റെ അടുക്കലേക്ക് വിടുവിൻ, നിങ്ങൾ ആരെങ്കിലും അനുദപിച്ച് ശിശുക്കളെ പോലെയാകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. അപ്പോ അനുദപിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്, പശ്ചാത്തപിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ശിശുക്കളെ പോലെ ആവുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശിശുക്കളെ പോലെ ആവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എന്താ, ശിശു പാപിയല്ല എന്നല്ലേ? അതോടുകൂടി തന്നെ സുഹൃത്തിന്റെ അടിസ്ഥാനപരമായ വാദം പൊളിയുകയാണ്. ഒരു കുഞ്ഞ് പാപിയല്ലെങ്കിൽ പിന്നെ ആരുടെ പാപം തീർക്കാനാ ക്രിസ്തു യേശു വന്നത്? ചെയ്യുന്ന പാപം തീർക്കാനാണോ? എങ്കിൽ ലോകത്ത് ചെയ്യുന്ന പാപങ്ങളെല്ലാം യേശു ക്രിസ്തുവിന്റെ കുരിശുമരണത്തിലൂടെ തീർന്നു എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ എല്ലാ പാപങ്ങളും, ഇപ്പൊ ചെയ്യുന്ന പാപങ്ങളും എല്ലാം തീർന്നു. പിന്നെന്താ പാപം ചെയ്താൽ എന്നുള്ള ചോദ്യം വരും. അപ്പോ ആദിപാപത്തിനാണ് ക്രിസ്തു യേശു വന്നതെങ്കിൽ ക്രിസ്തു യേശുവിന് അതറിയില്ലായിരുന്നു. കുഞ്ഞുങ്ങളെല്ലാം പാപമില്ലാതെ ജനിച്ചെന്നാണ് യേശു പറഞ്ഞത്. എന്നെ സുഹൃത്ത് പറഞ്ഞത് എന്താ? ബൈബിളിൽ ഒരുപാട് വചനങ്ങളുണ്ട്. എന്ത്, ഞാനും യേശു ഒന്നാണ്. ഒരൊറ്റ വചനം പോലും ഇല്ലാന്നാ ഞാൻ പറയുന്നത്. ഇവിടെ ഒരു വചനം സഹോദരി പറഞ്ഞു, അതിന് കൃത്യമായ വിശദീകരണം നൽകി കഴിഞ്ഞു. ഒരൊറ്റ വചനം പോലും ഇല്ല യേശു ക്രിസ്തു ഞാൻ ദൈവമാണെന്ന് അവകാശപ്പെടുന്നത്. എടുത്തോളൂ, വായിച്ചോളൂ, പരിശോധിക്കാം നമുക്ക്. യേശു ക്രിസ്തു സ്വയം ദൈവമാണെന്ന് പറയുന്ന ഒരൊറ്റ വചനം പോലും ഇല്ല. പിന്നെന്തായിരുന്നു ചോദ്യം? വീഞ്ഞിനെ കുറിച്ചുള്ളതാണ് പിന്നൊരു പ്രശ്നം. യേശു ക്രിസ്തു കൊടുത്ത വീഞ്ഞ് അത് ലഹരി ഉണ്ടാക്കുന്നതായിരുന്നില്ല. അന്ന് ക്രിസ്ത്യാനികൾ കൊടുക്കാറുള്ളത് പോലെ ഒരു ഫ്രൂട്ട് ജ്യൂസ് ആയിരുന്നു എന്നാണ് സുഹൃത്ത് പറയുന്നത്. എന്നാൽ അവിടെയും ബൈബിൾ സുഹൃത്തിനോട് വിയോജിക്കുന്നു. സുഹൃത്ത് വായിക്കുന്ന ബൈബിൾ ഒന്നെടുത്ത് വായിച്ചു നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 2 അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനങ്ങളിലാണ് ഈ സംഭവം വിവരിച്ചിട്ടുള്ളത്. 11 വചനത്തിൽ പറയുന്നു,
ആ വീഞ്ഞ് കുടിച്ചിട്ട് ഇവര് പറയാണ് എന്ത് കുടിച്ച ആളുകൾ പറയാ, സാധാരണ എല്ലാ കല്യാണത്തിലും ആദ്യം നല്ല വീഞ്ഞും പിന്നീട് ക്വാളിറ്റി കുറഞ്ഞ വീര്യം കുറഞ്ഞ വീഞ്ഞും കൊടുക്കും. എന്നാൽ ഇവിടെ ആദ്യം പിന്നെ നല്ലതല്ലാത്ത വീര്യം കുറഞ്ഞ വീഞ്ഞും പിന്നീട് നല്ല ലഹരിയുള്ള വീഞ്ഞും കൊടുത്തു. അപ്പൊ യേശു ഉണ്ടാക്കിയ വീഞ്ഞാണ് പിന്നീട് കൊടുക്കുന്നത്. അപ്പൊ അത് എല്ലാ അർത്ഥത്തിലും ലഹരി ഉണ്ടാക്കുന്ന വസ്തു തന്നെയായിരുന്നു എന്നാണ് പഠിപ്പിക്കുന്നത്. ഇനി അന്നത്തെ ഒരു സമ്പ്രദായം ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ യേശു ചെയ്തു എന്ന് നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. നൗദുബില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തു മദ്യം ഉണ്ടാക്കി വിളമ്പി കൊടുത്തു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധ്യമല്ല. നമ്മൾ മാത്രമല്ല, സിനോപ്റ്റിക് ഗോസ്പൽസ് ആദ്യം ഗോസ്പൽ എഴുതിയ മാർക്കോസ് ഈ സംഭവം അറിഞ്ഞിട്ടേ ഇല്ല. മർക്കോസാണ് ആദ്യമായിട്ട് ഗോസ്പൽ എഴുതിയത്. അദ്ദേഹം ഈ സംഭവം അറിഞ്ഞിട്ടേ ഇല്ല. പിന്നെ ഗോസ്പൽ എഴുതിയ ആരാ? മത്തായിയോ ഈ സംഭവം അറിഞ്ഞിട്ടില്ല. പിന്നെ ഗോസ്പൽ എഴുതിയ ആരാ? ലൂക്കോസും അറിഞ്ഞിട്ടില്ല ഈ സംഭവം. യേശുവിന്റെ ആദ്യത്തെ അത്ഭുതം വരെ 3 ആളും അറിഞ്ഞിട്ടില്ല. AD 80 ശേഷം സുവിശേഷം എഴുതിയ യോഹന്നാൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അത് യോഹന്നാൻ തീർച്ചയായും അക്കാലഘട്ടമായപ്പോഴേക്ക് മറ്റു പല ആചാരങ്ങളെയും പോലെ മദ്യപാനവും ക്രൈസ്തവ സഭയുടെ ആചാരമാക്കി മാറ്റേണ്ട ആവശ്യം വന്ന സമയത്തായിരുന്നു യോഹന്നാന്റെ സുവിശേഷ രചന എന്ന് മനസ്സിലാക്കിയാൽ ഈ പ്രശ്നം അവസാനിക്കുന്നു. യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു ചെയ്തിട്ടില്ല. എന്നാൽ ഒരു ആചാരം എന്നുള്ള നിലയ്ക്ക് യേശു ചെയ്യുമോ? എങ്കിൽ അത് വെച്ചുകൊണ്ട് ഒരാൾക്ക് ധർമാധർമ്മങ്ങളുടെ വിഷയം എങ്ങനെ തീരുമാനിക്കാൻ സാധിക്കും? അതാണ് ഞാൻ ചോദിക്കുന്നത്. യേശു മാതൃകയാണല്ലോ, എന്നെ അനുഗമിക്കണം എന്നാണ് യേശു പറഞ്ഞത്. യേശു എവിടെയും മദ്യപാനത്തിന് എതിര് സംസാരിച്ചിട്ടില്ല, എന്നാൽ മദ്യം ഉണ്ടാക്കിയിട്ടുമുണ്ട്. ഒരു അബ്കാരി കോൺട്രാക്ടർ വിചാരിക്കുക യേശുവിന്റെ മാതൃകയാണ് ഞാൻ പിൻപറ്റുന്നത്. എന്താ തെറ്റ് അയാളുടെ വിചാരത്തിൽ? പിന്നെ വിവാഹത്തിന്റെ വിഷയമാണ് സുഹൃത്ത് പറഞ്ഞത്. അല്ല, പിന്നീട് പറഞ്ഞത് എല്ലാ കർമ്മങ്ങളും ശ്ലീഹാമാരിലൂടെ വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ശ്ലീഹാമാരിലൂടെ വെളിപ്പെടുത്തപ്പെട്ട കർമ്മങ്ങൾ, ആ കർമ്മങ്ങളുടെ സ്ഥിതിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. എന്താ? ഓരോരുത്തർ സ്വന്തം താല്പര്യമനുസരിച്ച് സ്വന്തം സമൂഹത്തിന്റെ അവസ്ഥയനുസരിച്ച് കൊണ്ടാണ് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ അതിൽ പ്രശ്നങ്ങൾ ഉണ്ടായി. ഇപ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായത്തിൽ 1-ാമത്തെ വചനത്തിൽ പൗലോസ് ശ്ലീഹ പറയാ, സ്ത്രീയെ തൊടാതിരിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം. അപ്പൊ ഈ പൗലോസ് ശ്ലീഹയുടെ ഉപദേശം അനുസരിച്ചു എന്ന് വിചാരിക്കുക മനുഷ്യർ, എല്ലാവരും അനുസരിച്ചു എന്ന് വിചാരിക്കും. എന്ത് സംഭവിക്കും? ഒരൊറ്റ തലമുറയോടുകൂടി മനുഷ്യരാശി അവസാനിക്കും. അവിടെയാണ് കൃത്യമായ മാർഗദർശനത്തിന്റെ അഭാവം പ്രത്യക്ഷപ്പെടുന്നത്. ഓരോ കാര്യങ്ങളിലും കൃത്യമായ മാർഗദർശനം. വിവാഹത്തിന്റെ കാര്യത്തിൽ പൗലോസ് പലതും പറഞ്ഞിട്ടുണ്ട്, പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. യേശു ക്രിസ്തുവും പറഞ്ഞിട്ടുണ്ട്. യേശു ക്രിസ്തു പറഞ്ഞത് തന്നെ അപ്രായോഗികമാണ് എന്ന് വാദിക്കുന്ന ക്രൈസ്തവ പണ്ഡിതന്മാരുണ്ട്, ക്രൈസ്തവ പുരോഹിതന്മാരുണ്ട്, ആ രൂപത്തിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അത് വേറെ വശം. പക്ഷെ ഏതായിരുന്നാലും ഇവിടെയെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് കൃത്യമായ മാർഗദർശനം, ദൈവികം എന്ന് ഉറപ്പുള്ള മാർഗദർശനമാകണം. അതല്ലാതെ സ്വയം മാർഗദർശനം ഉണ്ടാക്കി എന്നുള്ളതല്ല. ഒരിക്കലും വേർപെടുത്താൻ പാടില്ല എന്നാണല്ലോ. അതായത് സ്ത്രീയെ പുരുഷനും വിവാഹം കഴിഞ്ഞാൽ ഒരിക്കലും വേർപെടുത്താൻ പാടില്ല എന്നുള്ള നിയമം അപ്രായോഗികമായിട്ട് ക്രിസ്ത്യൻ മാരേജ് ഡിസൊല്യൂഷൻ ആക്ട് കൊണ്ടുവരേണ്ടി വന്നില്ലേ? എന്തേ കാരണം? ആ ആക്ടിൽ തന്നെയുള്ള പ്രശ്നങ്ങളെ കുറിച്ചുള്ള ചർച്ചകളാണല്ലോ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അപ്രായോഗികമായ നിയമങ്ങൾ, മനുഷ്യരുടെ കൈകടത്തലുകളുണ്ടായതാണ്. അപ്രായോഗികമായ നിയമങ്ങൾ ഉണ്ടായി. ഇതെല്ലാമാണ് പ്രശ്നം. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. കൃത്യമായ മാർഗദർശനം, ആ കൃത്യമായ മാർഗദർശനം നമുക്ക് കിട്ടണമെങ്കിൽ ഖുർആനെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളിൽ നിന്നും മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളതാണ് വാസ്തവം എന്നാണ് സൂചിപ്പിച്ചത്. സഹോദരങ്ങളെ 12 മണിയായി. ഇനി ഓഡിയൻസിൽ നേരത്തെ സഹോദരൻ എണീറ്റുണ്ടായിരുന്നു ബൈജു, അദ്ദേഹത്തിന്റെ ചോദ്യവും ഈ സ്ലിപ്പിലുള്ള 2 ചോദ്യവും മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. ഇതൊരു തുടക്കം മാത്രമാണ്, അല്ലെങ്കിൽ തുടർച്ച മാത്രമാണ്. ഇസ്ലാമിനെ കുറിച്ചോ കമ്പാരിറ്റീവ് റിലീജിയനെ കുറിച്ചോ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിച്ച് ഓഫ് ട്രൂത്തുമായി ബന്ധപ്പെടാം. ഏത് വിധത്തിലും സഹായിക്കാൻ നിച്ചിന് എല്ലാ സൗകര്യങ്ങളുണ്ട്. കോഴിക്കോട് ഇടിയങ്ങരയിലും കൊച്ചിയിലെ കലാഭവൻ റോഡിലും നിച്ചിന്റെ ഓഫീസുകളുണ്ട്. അതല്ലാതെ മറ്റ് സ്റ്റാളുമായി ബന്ധപ്പെട്ടാലും കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയും. ഞാൻ ബൈജു, 39th ബാച്ച്. എനിക്ക് 2 ചോദ്യമാണ് ചോദിക്കാനുള്ളത്. ഒന്ന്, ഖുർആൻ തികച്ചും ശാസ്ത്രീയമായ ഒരു ഗ്രന്ഥമാണെന്ന് പറയുന്നുണ്ട്. അതിൽ ഇപ്പോൾ പുതുതായിട്ട് ഞങ്ങൾ പഠിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളൊരു സിദ്ധാന്തമാണ് തിയറി ഓഫ് എവല്യൂഷൻ.
പരിണാമ സിദ്ധാന്തം, ഇതിനെക്കുറിച്ച് ഇസ്ലാമിക കാഴ്ചപ്പാട് എന്താണ്? രണ്ടാമതായിട്ട് നേരത്തെ പറഞ്ഞൊരു ചോദ്യം ഉണ്ടായിരുന്നു, അതായത് ഒരു നാസ്തിക സമൂഹത്തിൽ തീർച്ചയായിട്ടും മൊറാലിറ്റി ഉണ്ടാവില്ല എന്ന്. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, അതായത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് അവിടെ ക്രിസ്തീയ സമൂഹത്തിന്റെ ഇതായിട്ടുള്ള ഒരു നിയമങ്ങളാണ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ അവിടെ നേരത്തെ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചത് അവിടുത്തെ മൊറാലിറ്റി വീഴ്ചയെ കുറിച്ച്. തിരിച്ചു പറയുകയാണെങ്കിൽ ഇസ്ലാമിക സമൂഹം നിലനിൽക്കുന്ന പാകിസ്ഥാനിലാണ് നേരത്തെ തന്നെ സഹോദരൻ സൂചിപ്പിച്ച മാതിരി സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നാസ്തിക സമൂഹങ്ങൾ, ഞാൻ ചോദിക്കുന്നത്, നാസ്തിക സമൂഹങ്ങളിൽ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ ഓരോ ഗവൺമെന്റും ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഗവൺമെന്റ് നിയമങ്ങൾ അനുസരിച്ച് പാലിക്കപ്പെടാതെ മനുഷ്യൻ നടക്കുന്നതുകൊണ്ടല്ലേ ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്? അതാത് സമൂഹങ്ങളുടെ നിയമങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ ഏത് നാസ്തിക സമൂഹത്തിലായി കഴിഞ്ഞാലും മനുഷ്യ മൊറാലിറ്റി കീപ്പ് ചെയ്യാൻ കഴിയില്ലേ? സുഹൃത്തിന്റെ ഒന്നാമത്തെ ചോദ്യം തിയറി ഓഫ് എവല്യൂഷനെ കുറിച്ചാണ്. അതിന് ഇസ്ലാം അങ്ങനെ നോക്കിക്കാണുന്നു. ഒന്നാമതായി തന്നെ പറയട്ടെ, തിയറി ഓഫ് എവല്യൂഷൻ അത് ഒരു അംഗീകരിക്കപ്പെട്ട സിദ്ധാന്തമാണെന്നുള്ള രൂപത്തിലാണ് സുഹൃത്തിന്റെ സംസാരം. ഇപ്പൊ സ്റ്റീഫൻ ജെ ഗോൾഡാണല്ലോ അറിയപ്പെടുന്ന ഏറ്റവും വലിയ, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ എവല്യൂഷനിസ്റ്റ്. അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിൽ തന്നെ എവല്യൂഷൻ വിശദീകരിക്കപ്പെടുന്ന പല കാര്യങ്ങളും നമ്മുടെ വരുതിക്കുള്ളിലുള്ളതല്ല എന്ന് വിശദമാക്കിയിട്ടുണ്ട്. ഇപ്പോ എവർ സിൻസ് ഡാർവിൻ എന്ന പുസ്തകം അദ്ദേഹത്തിന്റെ പുതിയ വർക്കാണ്. എവർ സിൻസ് ഡാർവിൻ എന്ന പുസ്തകം സ്റ്റീഫൻ ജെ ഗോൾഡിന്റെ. അപ്പോ എന്താ, പല കാര്യങ്ങളും എവല്യൂഷൻ നമ്മൾ മുന്നോട്ട് വെക്കുന്ന പല കാര്യങ്ങളും പരീക്ഷണാത്മകമല്ല, നമ്മുടെ ചിന്തയിൽ രൂപമെടുക്കുന്ന ചില സിദ്ധാന്തങ്ങൾ മാത്രമാണ് എന്നാണ്. എവല്യൂഷന്റെ കാര്യമായിട്ടുള്ള തെളിവെന്താ? ഫോസിൽ തെളിവുകളാണല്ലോ. ഫോസിൽ തെളിവുകളെ ഇങ്ങനെ നമുക്ക് ഫോസിൽ തെളിവുകൾ എത്രത്തോളം വിശ്വാസയോഗ്യമാണ്? ഫോസിൽ തെളിവെന്താ? ചെറിയ വസ്തു മുതൽക്ക് വലിയ വസ്തു വരെ ഇങ്ങനെ, അതായത് ഒരു ഏകകോശ ജീവി മുതൽ അതിന്റെ ഫോസിൽ മുതൽ ആ മനുഷ്യന്റെ ഫോസിൽ വരെ നിരത്തി വെച്ചാൽ ആ ഫോസിലുകൾ തമ്മിൽ ബന്ധമുണ്ട്, ആ ഫോസിലുകളുടെ ഘടന തമ്മിൽ ബന്ധമുണ്ട്. ഇതാണ് എവല്യൂഷന്റെ അപ്പാരന്റ് ആയിട്ടുള്ള, പുറത്തേക്ക് മനസ്സിലാക്കാവുന്ന പ്രത്യക്ഷമായ തെളിവായിട്ട് പറയപ്പെടുന്നത്. ബാക്കിയെല്ലാം സിദ്ധാന്തങ്ങളാണ്. ഈ ഫോസിൽ തെളിവിന്റെ അടിസ്ഥാനരാഹിത്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇപ്പോ ഈ ഭൂമി ആകെ നശിച്ചു എന്ന് വിചാരിക്കുക. എന്തോ ഒരു പ്രകൃതിക്ഷോഭത്തിൽപ്പെട്ട് ഭൂമി ആകെ നശിച്ചു. ഭൂമി നശിച്ചുപോയി, അല്ല ഷൂമാക്കർ ലേവ്യം വന്ന് ഇടിച്ചിട്ടാണെന്ന് എങ്കിലും വിചാരിക്കുക. ഭൂമി നശിച്ചു. അങ്ങനെ കുറെ കാലം കഴിഞ്ഞ് വേറെ ഏതോ ഒരു ഗ്രഹത്തിലെ ജീവികൾ ഭൂമിയിൽ വന്നിട്ട് എക്സ്കവേഷൻസ് നടത്തുന്നു. എക്സ്കവേഷൻ നടത്തുമ്പോൾ അവർക്ക് കിട്ടുന്നത് നമ്മുടെ മനുഷ്യർ ഉപയോഗിച്ച വാഹനങ്ങളുടെ ഫോസിലാ. ആ വാഹനങ്ങൾക്ക് ഒരു സീക്വൻസ് ഉണ്ട്, ഒരു സീരീസ് ഉണ്ട് അല്ലേ? അവരിങ്ങനെ ആ സീരീസിൽ വെക്കുന്നു. ഒരു ചക്രമുള്ള സൈക്കിള് നമ്മൾ ഭാരത് സർക്കസുകാരന് ഉപയോഗിക്കുന്ന, പിന്നെ 2 ചക്രമുള്ള സൈക്കിള്, പിന്നെ 3 ചക്രമുള്ള സൈക്കിൾ, അതോടൊപ്പം തന്നെ മോട്ടോർ സൈക്കിള്, ലൂന, പിന്നെ സ്കൂട്ടർ, അങ്ങനത്തെ വ്യത്യസ്ത പരിണാമ വൃക്ഷം. എന്നിട്ട് ആ വൃക്ഷം ഇങ്ങനെ വെച്ചിട്ട് അയാൾ വിശദീകരിക്കാന്ന് വിചാരിക്കുക. ഒരു സൈക്കിളുള്ള ആ പിന്നെ അവസ്ഥയിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പലതവണ വീണതുകൊണ്ടും പല പ്രശ്നങ്ങളുള്ളത് കൊണ്ട് 2 ചക്രമാവുകയും വീണ്ടും ചെരിഞ്ഞു വീണപ്പോൾ 3 ചക്രമുള്ള സൈക്കിളാവുകയും കയറ്റം വന്നപ്പോൾ ലൂനയായി മാറുകയും ആ ലൂനയിൽ നിന്ന് തന്നെ പിന്നെ വ്യത്യസ്ത വലിയ സ്കൂട്ടറുകൾ ഉണ്ടാവുകയും അങ്ങനെ പോയി കാറായി, ബസ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സമുദ്രത്തിന് മുന്നിലെത്തി. അങ്ങനെ പരിണാമവൃക്ഷം 2ആയി പിരിഞ്ഞ് ഒന്ന് ബോട്ടായും മറ്റൊന്ന് എയറോപ്ലെയിനായും ആകാശത്തിലേക്ക് പോയി എന്ന് വിശദീകരിച്ചാൽ നല്ലൊരു എക്സ്പ്ലനേഷനാണ്. അതൊരു നല്ല എക്സ്പ്ലനേഷനാണ്, സുന്ദരമായ എക്സ്പ്ലനേഷനാ. എന്താ ഫോസിൽ തെളിവില്ലേ? 1 ചക്രമുള്ളതില്ലേ? ഉണ്ട്. 2 ചക്രമുള്ളതില്ലേ? ഉണ്ട്. എന്താ പിന്നെ പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും തമ്മിൽ ബന്ധല്ലേ? ഉണ്ട്. 1 പിസ്റ്റണുള്ള, 2 പിസ്റ്റണുള്ള, 3 പിസ്റ്റണുള്ള, 4 പിസ്റ്റണുള്ള എഞ്ചിനുകൾ തമ്മിൽ ബന്ധല്ലേ? ഉണ്ട്. ഇതിന്റെ എല്ലാം മെക്കാനിസം അടിസ്ഥാനപരമായി ഒന്നല്ലേ? ആണ്. സുന്ദരൻ വിശദീകരണം. പക്ഷെ നമുക്കറിയാം ഇത് വിഡ്ഢിത്തമാണ്. ഇത് സത്യത്തിൽ ഫോസിൽ തെളിവിന്റെ വിഡ്ഢിത്തത്രയേ ഉള്ളൂ. വേറെ പരിണാമത്തിൽ പിന്നെ സ്പീഷീസിനകത്തുള്ള പരിണാമത്തെ 100% നിഷേധിക്കുന്ന ആളല്ലേയുള്ളവൻ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫോസിൽ തെളിവുകളുടെ ദുർബലമായ അടിത്തറയിൽ മാത്രം സ്ഥാപിക്കപ്പെട്ട ജീവപരിണാമത്തെ മതത്തിനെതിരെയുള്ള ഒരായുധമായി ഉപയോഗിക്കുന്നതിന്റെ അടിസ്ഥാനരാഹിത്യമാണ്. അപ്പോ അതുകൊണ്ട് തന്നെ ജീവപരിണാമം 100% സ്വീകരിക്കപ്പെട്ടിട്ടില്ല. അത് സ്വീകരിക്കപ്പെട്ടു എന്ന് വരുത്തി തീർക്കേണ്ടത് ചിലർ ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് അവരങ്ങനെ വരുത്തിക്കൊണ്ട് നടന്നോട്ടെ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത്തെ ചോദ്യം മൊറാലിറ്റിയെ കുറിച്ചാണ്. മൊറാലിറ്റിയെ കുറിച്ച് ഇവിടെ പറഞ്ഞ അമേരിക്കനെ പറ്റി പറഞ്ഞപ്പോ അദ്ദേഹത്തിന് വല്ലാതെ പ്രയാസം ഉണ്ടായെന്നാ തോന്നുന്നത്. കാരണം അമേരിക്ക എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ രാജ്യമല്ലേ എന്നാണ്. ശരി,
എന്താണ് നമ്മുടെ മൊറാലിറ്റി, എന്താകണം? അപ്പൊ നമുക്ക് ഇപ്പൊ ഇന്ത്യയിലെ കേരളത്തിലെ നിരീശ്വരവാദ പ്രസ്ഥാനം നമുക്ക് എടുക്കാമല്ലോ. ദൈവമില്ല എന്ന് പറയുന്നവരെ കുറിച്ചുള്ള നേരത്തെ ചോദ്യം. നിരീശ്വരവാദ പ്രസ്ഥാനത്തിന്റെ 2000 മാർച്ച് മാസത്തിലെ യുക്തിവിചാരം മാസിക, യുക്തിവിചാരം പുതിയ മാസിക, അതില് നിങ്ങളെടുത്ത് വായിച്ചു നോക്കുക. എന്താകണം യുക്തിവാദിയുടെ മൊറാലിറ്റി, സദാചാരം എന്ന് വിശദീകരിക്കുന്നുണ്ട്. സെക്സിനോടുള്ള യുക്തിവാദിയുടെ സമീപനം എന്താകണമെന്നും വിശദീകരിക്കുന്നുണ്ട്. എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഉഭയകക്ഷി സമ്മതപ്രകാരമാണെങ്കിൽ സ്വവർഗരതിയോ അതല്ലാത്ത രൂപത്തിലുള്ള രതികളോ ഒരിക്കലും ഒരു യുക്തിവാദിക്ക് എതിർക്കുവാൻ സാധ്യമല്ല. അടുത്ത് വായിച്ചോക്കെ, തൃശ്ശൂരില്ല കുറ്റിപ്പുഴ നഗരിൽ നിന്ന് പുറത്തിറങ്ങുന്ന യുക്തിവിചാരം മാസിക. കുറ്റിപ്പുഴനെ നമ്മൾ പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. കുറ്റിപ്പുഴ നഗരിൽ നിന്ന് പുറത്തിടുന്ന യുക്തിവിചാരം മാസിക, അതുകൾക്ക് വാങ്ങിട്ട് 5 ഉറുപ്പിക വില. അപ്പോ ഇതില് യുക്തിവിചാരത്തിന്റെ ഇന്നത്തെ മൊറാലിറ്റിയാണ് ഈ പറയുന്നത്. ഈ മൊറാലിറ്റിയാണ് 70കളിൽ ആര് സ്വീകരിച്ചത്? അമേരിക്ക സ്വീകരിച്ചത്, അമേരിക്കയിലെ യുവാക്കൾ സ്വീകരിച്ചത്. നമ്മൾ അതിനെ വിളിച്ച ഹ്യൂമണിസം. ഇനി ഹ്യൂമണിസത്തിനെ കുറിച്ച് പഠിക്കണം നിങ്ങൾക്ക്. ഹ്യൂമണിസ്റ്റുകൾ ഞങ്ങളാണ് എന്നാണ് ഇവിടുത്തെ യുക്തിവാദികൾ അവകാശപ്പെടുന്നത്. എഡമറഗിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ യുക്തിവാദി സംഘത്തിന്റെ 6ാം അഖിലേന്ത്യാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഹ്യൂമണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ബ്രിട്ടനിലെ നേതാവ് വനിതയായ ബാർബാറ സ്മോക്കർ ആയിരുന്നു. അവരെഴുതിയ ഹ്യൂമണിസം എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്, എടുത്ത് വായിച്ചു നോക്കുക. എന്താണ് യുക്തിവാദത്തിന്റെ നിരീശ്വരത്വത്തിന്റെ മൊറാലിറ്റി? അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹ്യൂമണിസ്റ്റുകൾ ആദ്യമായി ലണ്ടനിലൂടെ പ്രകടനം നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു? ഈ സ്വവർഗരതി നിരോധിക്കപ്പെടുന്ന സ്വവർഗരതിയുടെ നിരോധം വ്യക്തമാക്കുന്ന നിയമമുണ്ടായിരുന്നു ഇംഗ്ലണ്ടിൽ. ഒരാൾ ആ ജീവിത രീതി സ്വീകരിക്കുകയാണെങ്കിൽ അത് സ്വീകരിച്ചാൽ അതുകൊണ്ട് ഒരാള് സ്വയമേവ ആ രീതി സ്വീകരിക്കുകയാണെങ്കിൽ അയാളെ വിമർശിക്കാൻ ആർക്കും അധികാരമില്ല എന്നുള്ളത് കൊണ്ട് രാജ്യത്ത് ആ നിയമത്തിനെതിരെയാണ് ഹ്യൂമണിസ്റ്റുകൾ ആദ്യമായി പ്രകടനം നടത്തിയത്. ഹ്യൂമണിസ്റ്റുകൾ ഒരു പ്രസ്ഥാനം എന്നുള്ളവർക്ക് ആദ്യമായി പ്രകടനം നടത്തിയത് എന്തിനാ? സ്വവർഗരതിക്കു വേണ്ടി. അവരുടെ വീക്ഷണത്തിൽ അത് ശരിയായിരുന്നു. സെക്സ് വിത്തൗട്ട് ഒബ്ലിഗേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സാധാരണ സെക്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഗർഭധാരണം, കുഞ്ഞുണ്ടാകുക, മുലയൂട്ടല്, കുഞ്ഞിന്റെ വളർച്ച എല്ലാം പ്രശ്നമാണ്. അപ്പൊ സ്വവർഗരതി, സെക്സ് വിത്തൗട്ട് ഒബ്ലിഗേഷൻ, സുന്ദരമായ ആശയം. പക്ഷെ അത് സമൂഹത്തിൽ ഉണ്ടാക്കിയ പ്രശ്നം എന്താണെന്ന് നമ്മൾ പിന്നീട് മനസ്സിലാക്കി. പക്ഷെ ആ പ്രശ്നത്തിനെ കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം തിരുത്താൻ സാധ്യമല്ലാത്ത വിധം എയ്ഡ്സിനെ പോലെയുള്ള ഭീകരാവസ്ഥകൾ നമ്മുടെ മുന്നിലെത്തി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ആത്യന്തികമായി നല്ലതെന്താണ്, ചീത്ത എന്താണ് എന്ന് തീരുമാനിക്കാൻ മനുഷ്യന് സാധ്യമല്ല. ഇതാണ് ഇവിടെ വ്യക്തമാകുന്നത്. മനുഷ്യന് നന്മ ഏതാണ്, തിന്മ ഏതാണ് എന്ന് കൃത്യമായി വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാൻ മനുഷ്യർക്ക് സാധ്യമല്ല തന്നെ. സാധ്യമായിരുന്നുവെങ്കിൽ ഇത് പ്രശ്നമാകുമായിരുന്നില്ല. അതേപോലെ തന്നെ നമുക്കറിയാമല്ലോ, 70 കൊല്ലക്കാലം സ്വകാര്യ സ്വത്തിന്റെ നിർമൂലനത്തിലൂടെയാണ് ലോകത്തെ സകലമാന തിന്മകളും സ്വകാര്യ സ്വത്തിലൂടെയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് സ്വകാര്യ സ്വത്ത് പൂർണ്ണമായി നിഷ്കാസനം ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് 70 കൊല്ലക്കാലം നമ്മൾ സ്വകാര്യ സ്വത്തിന്റെ നിർമൂലനത്തിലൂടെയുള്ള സ്വർഗരാജ്യം പണിയാൻ വേണ്ടി പരിശ്രമിച്ചല്ലോ സോവിയറ്റ് റഷ്യയിൽ. അതിന്റെ ഫലമായി 2 കോടി മനുഷ്യരാണ് മരിച്ചത്. മതമാണ് ഏറ്റവും കൂടുതൽ കലാപം ഉണ്ടാക്കിയെന്ന് ആരോ പറഞ്ഞല്ലോ. 2 കോടി മനുഷ്യരാണ് മരിച്ചത്. സ്വകാര്യ സ്വത്തിന്റെ നിർമൂലനത്തിന് വേണ്ടി. എങ്ങനെ മരിച്ചു എന്നറിയോ? പട്ടിണി കിട്ടിട്ട്. റോബർട്ട് കോൺജസ്റ്റ് എഴുതിയ ദ ഗ്രേറ്റ് ഹൊറർ എന്ന പുസ്തകത്തിൽ, സോവിയറ്റോളജിസ്റ്റ് ആണ് അദ്ദേഹം, ആ പുസ്തകത്തിൽ 1.5 കോടി ആളുകൾ മരിച്ചു എന്ന്. സ്റ്റാലിൻ പട്ടിണി കിട്ടിട്ട്. എങ്ങനെ പട്ടിണി കിട്ടു? ഉക്രൈനിലെ കർഷകർ അവർ ഗോതമ്പ് അവരധ്വാനിച്ചുണ്ടാക്കിയ ഗോതമ്പ് അത് കൊയ്തെടുക്കാൻ വേണ്ടി ആര് വന്നു? പട്ടാളക്കാർ വന്നു. പട്ടാളക്കാർ വന്നപ്പോൾ കർഷകർ പറഞ്ഞു, ഞങ്ങൾ അധ്വാനിച്ച ഞങ്ങളുടെ വിയർപ്പ് തുള്ളികളുടെ ഫലമാണിത്, കൊയ്തെടുക്കരുതേ എന്ന് പറഞ്ഞ് അവർ ഉപരോധിച്ചപ്പോൾ എന്ത് ചെയ്തു? അക്രമപരമായി തന്നെ അവ കൊയ്തെടുത്ത് കൊണ്ടുപോവുകയും ഇവരെ ഉപരോധിച്ചതിന് സോഷ്യലിസ്റ്റ് സ്വർഗത്തിന്റെ മുന്നിലേക്കുള്ള ഗമനത്തിൽ കമ്മ്യൂണിസ്റ്റ് സ്വർഗത്തെ സ്വപ്നം കാണുന്ന ആ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിൽ മുന്നിലുള്ള വിലങ്ങുതടിയായി ഉള്ള ആളുകളെ പട്ടിണി കേട്ടിട്ട് 2 കോടി ആളുകളെ കൊല്ലുന്നു. 1.5 കോടിയായിരുന്നു റോബർട്ട് കോൺജസ്റ്റ് പറഞ്ഞത്. എന്നാൽ ഇപ്പോ പെരിസ്ട്രോയ്ക്ക കഴിഞ്ഞപ്പോ മോസ്കോ ന്യൂസ് തന്നെ പറയുന്നത് 2 കോടി ആളുകളെയാണെന്ന് കൊന്നതെന്ന്.
അത് കൊന്നത് നല്ല ഉദ്ദേശത്തിലായിരുന്നു, സംശയമൊന്നുമില്ല. പക്ഷേ അത് അപ്രായോഗികമാണെന്ന്, അത് മാനവികതക്കെതിരാണെന്ന് നമ്മൾക്ക് മനസ്സിലായപ്പോഴേക്ക് സമയം വൈകി. ആ 2 കോടി ആളുകളെ കൊന്നതിന് നമ്മൾക്ക് തിരിച്ചു പോയിട്ട് അവർക്ക് ജീവൻ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് മനുഷ്യന് നന്മ എന്ത് തിന്മ എന്ത് എന്ന് വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുവാൻ കൃത്യമായി കഴിവില്ല. അതിന് കാരണം മനുഷ്യ പ്രകൃതിയെക്കുറിച്ച് മനുഷ്യൻ അറിയില്ല. അവന്റെ പ്രവർത്തനങ്ങൾ, അവന്റെ ചുറ്റുപാടുണ്ടാക്കുന്ന മാറ്റത്തെക്കുറിച്ചും അവൻ അറിയില്ല കൃത്യമായി. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി അറിയുന്ന ആരെങ്കിലും ആകണം നന്മതിന്മകളെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കി തരേണ്ടത്. അവിടെയാണ് ദൈവം തമ്പുരാൻ എന്ന് വരുന്നത്. ആ ദൈവം തമ്പുരാനിൽ നിന്നുള്ളതാണ് എന്ന് ഉറപ്പുള്ള മാർഗദർശനം പിൻപറ്റുക മാത്രമേ ഈ വിഷയത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് സത്യം. ഇനി സ്ലിപ്സിലുള്ള 2 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനുശേഷം നമുക്ക് പരിപാടി അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ഖുർആൻ ദൈവികമാണെന്നതിന് എന്ത് തെളിവാണുള്ളത്? ഇത്രയും നേരം താങ്കൾ സംസാരിച്ചതിൽ നിന്ന് യഥാർത്ഥ ധാർമ്മികതയുടെയും മോക്ഷത്തിന്റെയും മാർഗരേഖ എന്ത്? ഖുർആൻ ദൈവികമാണ് എന്നുള്ളതിന് എന്താണ് തെളിവ് എന്നാണ് ചോദ്യം. ഖുർആൻ ദൈവികമാണ് എന്നുള്ളതിന് നിങ്ങളുടെ കയ്യിലുള്ള മാനദണ്ഡങ്ങൾ മുഴുവനും എടുത്ത് പരിശോധിക്കുക എന്നാണ് എനിക്ക് ഉത്തരം പറയാനുള്ളത്. ഒന്നാമതായി, ഒരു ദൈവിക ഗ്രന്ഥം ഒരു ദൈവിക ഗ്രന്ഥമാണെങ്കിൽ അത് സ്വയം ദൈവികമാണ് എന്ന് പ്രഖ്യാപിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ദൈവികം എന്ന് പറഞ്ഞിട്ട് ഒരു അനുയായിക്ക് എന്തും തരാം. അതേസമയം ആ ഗ്രന്ഥം എന്ത് പറയുന്നു, അതിന്റെ ഓതറെ കുറിച്ച് നോക്കണം. ഒരൊറ്റ ഗ്രന്ഥവും ഇന്ന് ഇന്ത്യയിലുള്ള അല്ല ലോകത്തിലുള്ള ദൈവിക ഗ്രന്ഥമായി പ്രത്യക്ഷപ്പെടുന്ന ഒരൊറ്റ ഗ്രന്ഥവും ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശവാദം ഉന്നയിക്കുന്നില്ല, ഖുർആൻ ഒഴിച്ച്. ഖുർആനിലെ 26-ാം അധ്യായം സൂറത്തു ശുഅറ 192-ാമത്തെ വചനം, വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ, ഇത് സർവ്വലോക രക്ഷിതാവായ തമ്പുരാനിൽ നിന്നുള്ളതാണ്. ഖുർആനിലെ പല വചനങ്ങളിലും 36-ാം അധ്യായം സൂറത്തു യാസീൻ 36-ാമത്തെ വചനം, 36-ാം അധ്യായം സൂറത്തു യാസീനിലെ 1 മുതൽ 5 വരെയുള്ള വചനങ്ങൾ, യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തും മുസ്തഖീം തൻസീലുൽ അസീസിർ റഹീം. ഇത് അജയ്യനും കരുണാനിധിയുമായവരുടെ അടുക്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ്. ഇങ്ങനെ പലതവണ പരിശുദ്ധ ഖുർആനിൽ ഇത് ദൈവികമാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. 1. 2, വ്യത്യസ്ത ഗ്രന്ഥങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മതഗ്രന്ഥങ്ങളിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. മനുഷ്യരുടെ കൈകടത്തലുകൾ കൊണ്ടാണത്. മനുഷ്യരുടെ കൈകടത്തലുകൾ കൊണ്ടാണ് ഈ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ ഖുർആൻ സ്വയം ജനങ്ങളോട് ചിന്തിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. എന്താണ്? അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തു നിസായിലെ 82-ാമത്തെ വചനം. അവർ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അത് ദൈവത്തിൽ നിന്നുള്ളതല്ല എങ്കിൽ നിങ്ങൾക്ക് അതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഏത് ഗ്രന്ഥം മനുഷ്യരചനക്ക് മനുഷ്യന്റെ കൈകടത്തലുകൾ ഉണ്ടായാൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ഖുർആൻ പറയുന്നു വൈരുദ്ധ്യമില്ല, പരിശോധിക്കാം നിങ്ങൾക്ക്. 3-ാമതായി, അവതരിപ്പിക്കപ്പെട്ട രൂപത്തിൽ നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. വേറെ ഒരു ഗ്രന്ഥവും അവതരിപ്പിക്കപ്പെട്ട രൂപത്തിൽ നിലനിൽക്കുന്നില്ല. അതങ്ങനെ നിലനിർത്താമെന്നത് ദൈവത്തിന്റെ വാഗ്ദാനമാണ്. മുമ്പുള്ള വേദഗ്രന്ഥങ്ങളെല്ലാം സൂക്ഷിക്കുവാൻ വേണ്ടി ആ വേദഗ്രന്ഥത്തിന്റെ ആളുകളെയാണ് ഏൽപ്പിച്ചത്. എന്നാൽ അവർ അതിൽ അലംഭാവം കാണിക്കുകയും വേദഗ്രന്ഥത്തിൽ മാലിന്യങ്ങൾ കടന്നുകൂടുകയും മനുഷ്യരുടെ കരവിരുതുകൾ ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവസാനത്തെ വേദഗ്രന്ഥം ദൈവം തമ്പുരാൻ തന്നെ ഏറ്റെടുക്കുകയാണ് അതിന്റെ സംരക്ഷണം. പരിശുദ്ധ ഖുർആനിലെ 15-ാം അധ്യായം സൂറത്തുൽ ഹിജ്റിലെ 9-ാമത്തെ വചനം, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, നാം ആകുന്ന ഈ ഗ്രന്ഥം അവതരിപ്പിച്ചത്, നാം അതിനെ സൂക്ഷിക്കുകയും കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. 4-ാമതായി, കൃത്യമായ ധാർമ്മിക പദ്ധതി, അതാണല്ലോ ഒരു വേദഗ്രന്ഥത്തിന്റെ ലക്ഷ്യം. കൃത്യമായ ധാർമ്മിക പദ്ധതി മുന്നോട്ട് വെക്കുന്ന വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അത് മുന്നോട്ട് വെക്കുക മാത്രമല്ല, അത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 2-ാമത്തെ വചനം, ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, അത് സന്മാർഗനിഷ്ഠർക്ക് ദൈവിക മാർഗദർശനം അനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സംശയലേശമന്യേ ഇത് ഗ്രന്ഥമാകുന്നു, ഇത് മാർഗദർശക ഗ്രന്ഥമാകുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. അതേപോലെ തന്നെ ഖുർആനിലെ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രാഇലെ 9-ാമത്തെ വചനം, ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് മാർഗം നയിക്കുന്ന വഴി നടത്തുന്ന ഗ്രന്ഥമാണിത്. പരിശോധിക്കാം നിങ്ങൾക്ക്, ഓരോ വിഷയത്തിലും ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്കാണോ ഖുർആൻ വഴി നടത്തുന്നത്. 5-ാമതായി, പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രൊഫസീസും പ്രവചനങ്ങളും
പ്രവചനങ്ങളെല്ലാം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ പൂർത്തീകരിക്കപ്പെട്ടതായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഒരുപാട് നീണ്ട വിഷയമാണ്, നിങ്ങൾക്ക് പരിശോധിക്കാം. ഖുർആനിലെ 30-ാം അധ്യായം സൂറത്തുർ റൂമിലെ 30-ാമത്തെ വചനം 1 മുതൽ 5 വരെയുള്ള വചനങ്ങളിൽ നടത്തിയ പ്രവചനം, അതേപോലെ തന്നെ 24-ാം അധ്യായമായ സൂറത്തു നൂറിലെ 24-ാമത്തെ വചനത്തിലൂടെ നടത്തിയ പ്രവചനം, 55-ാമത്തെ വചനത്തിലൂടെ നടത്തിയ പ്രവചനം എല്ലാം നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. 6-ാമതായി നിങ്ങൾക്ക് ആധുനികമായ പരിശുദ്ധ ഖുർആന്റെ സാഹിത്യം, പരിശുദ്ധ ഖുർആൻ സ്വയം വെല്ലുവിളിക്കുന്നു. ഖുർആൻ സ്വയം വെല്ലുവിളിക്കുകയാണ്. വൈൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതു ബിസൂറത്തും മിൻ മിസ്ലിഹി വദഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹ് ഇൻ കുന്തും സ്വാദിഖീൻ ഫഇൻ ലൻ തഫ്അലു വലൻ തഫ്അലു ഫത്തഖുൻ നാർ അല്ലതി വഖൂദുഹാ അന്നാസു വൽ ഹിജാറ ഉഇദത് ലിൽ കാഫിരീൻ. ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 23-24 വചനങ്ങൾ. എന്താ ഇതേപോലെ ഇത് ദൈവികമാണോ എന്ന് സംശയമുണ്ടോ എങ്കിൽ ഇതിലേതുപോലെ ഉള്ള ഒരു അധ്യായമെങ്കിലും കൊണ്ടുവരിക. ഒരധ്യായം, 114 അധ്യായങ്ങളുണ്ട്. ആ ഏറ്റവും ചെറിയ അധ്യായമുണ്ട്, വളരെ ചെറിയ അധ്യായം, 3 വചനങ്ങളുള്ള അധ്യായം. ആ അധ്യായത്തിന് തുല്യമായ ഒരു അധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് 14 നൂറ്റാണ്ട് മുമ്പുള്ള പരിശുദ്ധ ഖുർആനിന്റെ വെല്ലുവിളി. ആ വെല്ലുവിളിക്ക് ഉത്തരം നൽകാൻ ഇതുവരെ അറബി സാഹിത്യത്തിലെ പലരും, നമുക്കറിയാം, അറബി ഭാഷ അറിയാവുന്ന, അറബിയിൽ ഡോക്ടറേറ്റുകളും ഡബിൾ ഡോക്ടറേറ്റുകളും എല്ലാം എടുത്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. മുസ്ലിങ്ങളല്ലാത്ത, വിശേഷിച്ച് ഇസ്ലാമിന്റെ ശത്രുക്കളായിട്ടുള്ള ആളുകൾ വരെയുണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷെ ഇതുവരെ ഈ വെല്ലുവിളിക്ക് ഉത്തരം നൽകാൻ സാധിച്ചിട്ടില്ല. 7-ാമതായി, നിങ്ങൾ ആധുനിക ശാസ്ത്രമാണല്ലോ നമ്മുടെ മാനദണ്ഡം. ആധുനിക ശാസ്ത്രത്തിന്റെ മാനദണ്ഡം എടുത്ത് പരിശോധിക്കുക. ആ മാനദണ്ഡം ഉപയോഗിച്ച് അളക്കുക പരിശുദ്ധ ഖുർആൻ. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും മനുഷ്യനെയും ജീവജാലങ്ങളെയും മഴയെയും അന്തരീക്ഷത്തെയും എല്ലാം കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. അങ്ങനെ പരാമർശങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അക്കാലഘട്ടത്തിൽ അബദ്ധ ധാരണകൾ ഈ ഗ്രന്ഥത്തിൽ ഉണ്ടാകേണ്ടിയിരുന്നു. എന്നാൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള നിരക്ഷരനായ ഒരു മനുഷ്യന്റെ നാവിലൂടെ ലോകം ശ്രവിച്ച ഈ ഗ്രന്ഥത്തിൽ ഒരൊറ്റ അബദ്ധം പോലുമില്ല. ശാസ്ത്ര സാങ്കേതിക വിപ്ലവങ്ങൾക്ക് മുന്നിൽ അജയ്യമായി നിലനിൽക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. മാത്രവുമല്ല, ശാസ്ത്രം പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുമ്പോൾ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളുടെ സത്യത കൂടുതൽ കൂടുതൽ ബോധ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഏത് മാനദണ്ഡം എടുത്ത് പരിശോധിക്കുക, നിങ്ങൾക്ക് ഖുർആൻ ദൈവികമാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. 2-ാമത്തെ ചോദ്യം, ഏതൊരു ധാർമ്മിക പദ്ധതിയാണ് നിർദ്ദേശിക്കാനുള്ളത് എന്നാണ്. അവിടെ ദൈവികമെന്ന് ഉറപ്പുള്ള ധാർമ്മിക പദ്ധതി എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുവാനുള്ളത് ഇസ്ലാമാകുന്നു. ഞാൻ എന്റെ പരിശോധനയിൽ, എന്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത് ദൈവത്തിൽ നിന്നുള്ളതാണ് എന്ന് 100% ഉറപ്പുള്ള വേദഗ്രന്ഥവും ദൈവത്തിന്റെ പ്രവാചകനാണ് എന്ന് 100% ഉറപ്പുള്ള പ്രവാചകനും അദ്ദേഹത്തിന്റെ ജീവിതത്തെ സമ്പൂർണ്ണമായി രേഖപ്പെടുത്തപ്പെടുകയും നന്മതിന്മകളുടെ കാര്യത്തിൽ കൃത്യമായി വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുവാനുള്ള മാർഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത് ഇസ്ലാമിലാകുന്നു. അതുകൊണ്ട് മോക്ഷത്തിന്റെ, വിമോചനത്തിന്റെ മാർഗം എന്നുള്ള നിലക്ക് നിങ്ങളുടെ മുന്നിൽ എനിക്ക് സമർപ്പിക്കുവാനുള്ളത് ഇസ്ലാമാകുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അവസാനത്തെ ചോദ്യം, മറ്റ് ഏതോ നാട്ടുകാരനായ നിങ്ങൾ രണ്ടുപേരും എല്ലാ മതസ്ഥരും ഒത്തൊരുമയോടെ ജീവിക്കുന്ന ഈ കലാലയത്തിലേക്ക് വരികയും പല മതങ്ങളെയും വിമർശിക്കുകയും ചെയ്തതിന്റെ യഥാർത്ഥ ഉദ്ദേശ്യം എന്ത്? പണ്ട് യൂറോപ്പില് കോളറുണ്ടായി, അറിയാലോ. ആ കോളറുണ്ടായ സമയത്ത് എല്ലാവരും പറഞ്ഞു ദൈവവിധിയാണെന്ന് കരുതി സമാധാനിക്കുക, കോളറയ്ക്ക് ചികിത്സിക്കണ്ട, അല്ലെങ്കിൽ ചികിത്സനെ കുറിച്ച് ആലോചിക്കണ്ട. അന്ന് അറേബ്യയിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് ഒരു വിഷഗ്വരൻ കോളറയ്ക്ക് ചികിത്സിക്കേണ്ടത് ആവശ്യമാണ് എന്ന് എഴുതിയ ഒരു ലഘുലേഖ യൂറോപ്പിൽ വിതരണം ചെയ്യുവാൻ വേണ്ടി ഒരുങ്ങുകയും അദ്ദേഹം ആ ചികിത്സാ വിധികളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് വൈദ്യശാസ്ത്ര ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നത്. ഈ സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞത് ഇതേ വാക്കുകളായിരുന്നു: വിദേശിയായ നിങ്ങളാരാണ് ഞങ്ങളുടെ ചികിത്സ വിധിക്കാൻ? സത്യത്തിൽ ഞങ്ങളാരും വിദേശികളല്ല. ഈ കേരള സംസ്ഥാനത്തിൽ ജീവിക്കുന്ന, നിങ്ങളുടെ എല്ലാം അടുത്ത് ജീവിക്കുന്ന, നമ്മളെ ഒരേ ജില്ലക്കാരെന്നെല്ലാം പറയാൻ പറ്റുന്ന രീതിയിൽ അടുത്ത് ജീവിക്കുന്ന ആളുകളാണ്. ഇത് എന്തിനാണ് ഇവിടെ വന്ന് പറഞ്ഞതെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം, നിങ്ങൾ ഇത് സത്യമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇത് ഞങ്ങൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ 100% സത്യമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇത് സത്യമാണെന്നത് കൊണ്ട് തന്നെ പല സഹോദരങ്ങളും മിഥ്യയിലാണ് ജീവിക്കുന്നത് എന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു.
അത്തരം സഹോദരങ്ങൾക്ക് ഈ സത്യത്തിന്റെ വെളിച്ചം എത്തിക്കുക എന്ന ഉദ്ദേശം മാത്രമാണുള്ളത്. ഈ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതല്ലാതെ നിങ്ങളെ ആരെയെങ്കിലും വേദനിപ്പിക്കുക എന്ന ലക്ഷ്യമില്ല. വേദന സ്വാഭാവികമാണ്. ചിലപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ വിശഗ്വരന്മാരാകേണ്ടവരാണ്, ആയവരാണ്. ആ വിശഗ്വരന്മാർക്ക് രോഗിക്ക് രോഗിയുടെ അസുഖത്തെക്കുറിച്ച് ബോധമില്ലെങ്കിൽ തീർച്ചയായും ചില ചെറിയ വേദനകളെല്ലാം പെടുത്തേണ്ടി വരും. അത് രോഗിയോടുള്ള സ്നേഹമാണ്, അതല്ലാതെ രോഗിയോടുള്ള വെറുപ്പല്ല. ഇതേപോലെ തന്നെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ പരിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിലാണ്, പരിശുദ്ധ ഖുർആൻ 100% സത്യസന്ധമാണ് എന്ന് അന്വേഷണത്തിൽ നിന്ന്, പഠനത്തിൽ നിന്ന്, ഗവേഷണത്തിൽ നിന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ പരിശുദ്ധ ഖുർആൻ പറയുന്നത് സത്യമാണെങ്കിൽ വമൻ യബ്തഇ ഗൈറൽ ഇസ്ലാമ ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിറൂൻ. ദൈവത്തിങ്കൽ സ്വീകരിക്കപ്പെടുന്ന മതം, ജീവിത ആദർശം, ജീവിത ദർശനം ദൈവത്തിന് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന ദർശനമാകുന്നു. ഇസ്ലാം എന്ന് പറഞ്ഞ പദത്തിനർത്ഥം സമർപ്പണവതാണ്. ദൈവത്തിന് പടച്ച തമ്പുരാന് ജീവിതത്തെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന ദർശനമാകുന്നു. സമ്പൂർണ്ണ സമർപ്പണം എന്ന് പറഞ്ഞാൽ ദൈവിക മാർഗദർശനം അനുസരിച്ചുള്ള ജീവിതമാകുന്നു. അതല്ലാത്തതിനെ ആരെങ്കിലും സ്വന്തം മതമായി സ്വീകരിച്ച് സ്വന്തം ഇച്ഛക്കനുസരിച്ച് ജീവിച്ചാൽ, അതല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു എന്നതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു ജീവിത മാർഗം സ്വീകരിച്ചാൽ, അതല്ലെങ്കിൽ എന്റെ കുടുംബ പശ്ചാത്തലം ഈ ജീവിതത്തിലായിരുന്നു എന്നതിന്റെ പേരിൽ പ്രത്യേക ജീവിത രീതി സ്വീകരിച്ചാൽ ഫലൻ യുഖ്ബല മിൻഹു, അത് അവനിൽ നിന്ന് ഒരിക്കലും സ്വീകരിക്കപ്പെടുകയില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അവൻ മരണാനന്തര ജീവിതത്തിൽ നഷ്ടപ്പെട്ടവരുടെ കൂടെയായിരിക്കുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 85-ാമത്തെ വചനം. അപ്പോൾ ഇത് പരിശുദ്ധ ഖുർആന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കുന്നത് കൊണ്ട് ചില സഹോദരങ്ങളെങ്കിലും സത്യത്തിൽ ഈ വെളിച്ചം മനസ്സിലാക്കാത്തത് കൊണ്ട്, അറിയാത്തത് കൊണ്ട് ആണ് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് എന്നും മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ മാത്രവുമല്ല, ഇതൊരു ബാധ്യതയായി മനസ്സിലാക്കിയത് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അന്തിമ പ്രസംഗത്തിൽ, അവസാനത്തെ പ്രസംഗത്തിൽ അദ്ദേഹം ജനങ്ങളോട്, അവിടെ കൂടിയ ആളുകളോട്, അദ്ദേഹത്തിന്റെ സഹചാരികളോട്, അദ്ദേഹത്തിന്റെ സഖാക്കളോട് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് ഈ സന്ദേശം എത്തിച്ചു തന്നില്ലയോ? 10,000-കണക്കിന് സഖാക്കൾ, 10,000-കണക്കിന് സഹാബിമാർ, അനുചരന്മാർ, അവർ ഒരേ സ്വരത്തിൽ, ഒറ്റ സ്വരത്തിൽ പ്രഖ്യാപിക്കുകയാണ്, ബലാ യാ റസൂലുള്ളാഹ്, അതേ പ്രവാചകരെ, ഈ സന്ദേശം താങ്കൾ ഞങ്ങൾക്ക് എത്തിച്ചു തന്നിരിക്കുന്നു. താങ്കളുടെ ദൗത്യത്തിന്റെ നിർവഹണം താങ്കൾ പൂർത്തീകരിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹു മഷ്ഹദ്, അല്ലാഹു മഷ്ഹദ്, അല്ലാഹു മഷ്ഹദ്. പടച്ച തമ്പുരാനെ, നീ സാക്ഷിയാണ്, നീ സാക്ഷിയാണ്, നീ സാക്ഷിയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ സന്ദേശം എത്തിയവർ എത്താത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ. അദ്ദേഹം ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണിത്. ഈ സന്ദേശം എത്താത്ത പ്രദേശങ്ങളിൽ എത്തിക്കുക എന്ന ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയുടെ ഭാഗമെന്നുള്ള നിലക്കാണ് നിങ്ങളുടെ അടുത്ത് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതാ ഈ സന്ദേശം നിങ്ങൾക്ക് ഞങ്ങൾ എത്തിച്ചു തന്നിരിക്കുന്നു. അതിന് പടച്ച തമ്പുരാൻ സാക്ഷിയാണ്, പടച്ച തമ്പുരാൻ സാക്ഷിയാണ്, പടച്ച തമ്പുരാൻ സാക്ഷിയാണ്. അതോടൊപ്പം ഇവിടെ കൂടിയ നിങ്ങളെല്ലാവരും സാക്ഷികളാണ്. നീണ്ട സംസാരവും അതിനുശേഷമുള്ള ചോദ്യോത്തര വേദികളിലും കൂടി പരമാവധി നിങ്ങൾക്ക് ഈ സത്യസന്ദേശം എത്തിച്ചു തരുവാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ പഠിക്കുക. ഇതിന് നാളെ മരണാനന്തര ജീവിതത്തിൽ നമ്മളെ എല്ലാവരെയും എഴുന്നേൽപ്പിക്കപ്പെടും. അവിടെ വെച്ച് പടച്ച തമ്പുരാൻ ചോദിക്കും, ഇതാ ഈ സന്ദേശം എത്തിക്കുവാൻ വേണ്ടി നിങ്ങൾക്കടുത്തേക്ക് ആളുകൾ വന്നില്ലയോ എന്ന്. ഇതാ ഞങ്ങൾ എത്തിച്ചിരിക്കുന്നു, അതിന് നിങ്ങൾ സാക്ഷികളാണ്. മരണാനന്തര ജീവിതത്തിൽ സാക്ഷ്യം വഹിക്കേണ്ടി വരും. ആ ലക്ഷ്യത്തോടു കൂടി വേണ്ടി മാത്രമാണ്. അതല്ലാതെ ഈ പേരിൽ ഒരു സംഭാവന ടിക്കറ്റുമായി നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ ആരും വരില്ല. ഈ പേരിൽ നിങ്ങളുടെ അടുത്ത് വോട്ട് ചോദിക്കാൻ ഞങ്ങൾ ആരും വരില്ല. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആവശ്യവുമായി ഞങ്ങൾ ആരും വരില്ല എന്ന് ഉറപ്പ് തന്നുകൊള്ളുന്നു എന്ന് ആണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. നമ്മളെ എല്ലാവരെയും പടച്ച തമ്പുരാൻ മോക്ഷത്തിന്റെ മാർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും നാളെ പരലോകത്ത് സത്യ മാർഗികളായി ജീവിച്ചവർക്ക് നൽകുവാനിരിക്കുന്ന സമാധാനത്തിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഒരു മിനിറ്റ്. രണ്ടുപേരോടും കൂടിയുള്ള ചോദ്യമായിരുന്നു. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇളത്തിൽ ഹസനതി വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. 3 കാര്യങ്ങളാണ് നിങ്ങളുടെ നാഥന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക. 1, വിജ്ഞാനത്തിലൂടെ, സതുപദേശത്തിലൂടെ.
3 അവരുമായി അമുസ്ലിങ്ങളുമായി ഏറ്റവും നല്ല രീതിയിൽ വാദപ്രതിവാദം നടത്തുക. ആദ്യമായി വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുകയാണ് വേണ്ടത്, ബലാത്കാരമായി കൊണ്ടുവരികയല്ല. രണ്ടാമത്തേത് ഏത് രീതിയിലാണ് ക്ഷണിക്കേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നു. വിജ്ഞാനത്തിലൂടെ ഒരു മുസ്ലിം തന്റെ വിശ്വാസത്തെ സംബന്ധിച്ച് എന്തുകൊണ്ട് ദൈവത്തിലും പരലോകത്തിലും വിശ്വസിക്കുന്നു, പ്രവാചകത്വത്തിൽ വിശ്വസിക്കുന്നു, വിശുദ്ധ ഖുർആന്റെ അമാനുഷികതയിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു തന്നു. മൂന്നാമത്തേത് മുസ്ലിങ്ങളുടെ വിശ്വാസത്തെ സംബന്ധിച്ച് മാത്രമല്ല, അമുസ്ലിങ്ങളുടെ വിശ്വാസങ്ങളെയും സംബന്ധിച്ച് പഠിച്ചുകൊണ്ട് ഒരു താരതമ്യ പഠനത്തിലൂടെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചു. രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നാം താരതമ്യ പഠനം നടത്താറില്ലേ? വിജ്ഞാനത്തെ സംബന്ധിച്ച്, തത്വചിന്തയെ സംബന്ധിച്ചെല്ലാം നടത്താറില്ലേ? അതുപോലെ തന്നെ എന്തുകൊണ്ട് മതത്തിന്റെ പേരിൽ നടത്തിക്കൂടാ? യുണൈറ്റഡ് നേഷൻസ് നമുക്ക് നൽകുന്ന അധികാരമാണത്. ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അധികാരമാണ്. അതുമാത്രമാണ് വിജ്ഞാനത്തിലൂടെ, റൊട്ടിയോ പാലിലൂടെയല്ലോ മറ്റുള്ള ഭൗതികമായ പ്രലോഭനങ്ങളിലൂടെയല്ല, വിജ്ഞാനത്തിലൂടെ ഞങ്ങൾ ക്ഷണിച്ചു, സ്വീകരിക്കാം, തിരസ്കരിക്കാം, മറ്റൊരു ഉദ്ദേശവുമില്ല. അതുപോലെ തന്നെ ഈ സദസ്സിലിരിക്കുന്ന മുസ്ലിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ പണ്ഡിതന്മാരെ കൊണ്ടുവന്ന് ഇതുപോലെ ചോദ്യോത്തരത്തിനുള്ള അവസരങ്ങളോടുകൂടി പരിപാടികൾ സംഘടിപ്പിക്കുവാൻ സാധിക്കും. വൺ വേ ട്രാഫിക് ആയിട്ടല്ല ഞങ്ങൾ നടത്തിയത്. എന്തു വിമർശനങ്ങൾ നടത്തുവാനുള്ള വേദി ഞങ്ങൾ ഒരുക്കി തന്നിരുന്നു. എന്തും ചോദിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടായിരുന്നു. ഈ പ്രക്രിയയിൽ ഏതെങ്കിലും രീതിയിൽ ആരുടെയെങ്കിലും മനസ്സിനെ നോവിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ദയവായി ക്ഷമിക്കണം, ഉദ്ദേശശുദ്ധി മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യുക്തിദീക്ഷയോടുകൂടിയും സതുപദേശം മുഖേനയും നിന്റെ രക്ഷിതാവിന്റെ മാർഗത്തിലേക്ക് നീ ക്ഷണിച്ചുകൊള്ളുക. ഏറ്റവും നല്ല രീതിയിൽ അവരുമായി സംവാദം നടത്തുകയും ചെയ്യുക. തീർച്ചയായും നിന്റെ രക്ഷിതാവ് തന്റെ മാർഗം വിട്ടു പിഴച്ചുപോയവരെപ്പറ്റി നല്ലവണ്ണം അറിയുന്നവനത്രേ. സന്മാർഗം പ്രാപിച്ചവരെപ്പറ്റിയും അവൻ നല്ലവണ്ണം അറിയുന്നവനത്രേ.